ശരിക്കും ആർട്ട് ഡയറക്ടർ ആവേണ്ട ആൾക്ക് ആദ്യം വേണ്ടത് എന്താണ്? നല്ല കാഴ്ച വേണം. വിഷ്വലാണ് ആർട്ട് ഡയറക്ഷൻ. ഒരു ആർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഹി ഷുഡ് നോ എവറിത്തിങ്. അവന് മാത്സ് അറിയണം, അവന് കെമിസ്ട്രി അറിയണം, അവന് ഫിസിക്സ് അറിയണം, അവന് അപ്ഡേറ്റ് ആയിട്ട് ഇന്ന് മാർക്കറ്റിൽ എന്താണ് സാധനങ്ങൾ വന്ന് ഇറങ്ങിയിട്ടുള്ളത് പോലും അറിയണം. തരികിട പരിപാടിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ പ്രേക്ഷകർ പറഞ്ഞാൽ നമ്മളെ ആ ഒരു എയറിലാക്കും. മനസ്സിലായില്ലേ? നിവേദ്യത്തിൻ്റെ അമ്പലം അങ്ങനെ കുറേ വർക്കുകൾ ചെയ്യും. അതൊക്കെ ഇപ്പം ചെയ്യായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര പേരായേനെ. തമിഴിൽ നിന്നൊരു സിനിമയുടെ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കഥ ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞത് അവർക്ക് ഇഷ്ടമായില്ല. ഈ ക്രിയേറ്റിവിറ്റിയുടെ ഉപരി രണ്ടാമത്തെ ചിന്ത വരുന്ന ഇതാ, ഫണ്ട് കുറച്ചത് എങ്ങനെ ചെയ്യാം. അതിൽ നിന്നുണ്ടാകുന്ന ഔട്ട്പുട്ടാണ് ഇപ്പോൾ കേരളത്തിൽ വന്ന സിനിമകളിലെല്ലാം ഉള്ള ഔട്ട്പുട്ട്. ആർട്ടിസ്റ്റർമാർ പൈസ 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 എന്ന് പറയുന്നത് പൈസയുടെ പ്രശ്നം കൊണ്ടല്ല, ഇതില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നതല്ല. നിങ്ങൾ എന്ത് 500 കോടി സിനിമയുടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ലോകം വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി തരാം. കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആർട്ട് ഡയറക്ടർമാരാണ് എൻ്റെ ചുറ്റും ഇരിക്കുന്നത്. നമസ്കാരം. ശരിക്കും മുമ്പ് ഞാൻ ആർട്ട് ഡയറക്ടർ എന്നാണ് എഴുതി കാണിക്കുക, ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിസൈനറായി. ശരിക്കും എന്ന് മുതലാണ് അങ്ങനൊരു ടൈറ്റിൽ വരാൻ തുടങ്ങിയത്? ഞാനൊക്കെ തുടങ്ങിയത് ആർട്ട് ഡയറക്ടർ ആയിട്ട് തന്നെയാണ്. ഇപ്പോഴാണ് എൻ്റെ പേര് പ്രൊഡക്ഷൻ ഡിസൈനർ എന്നൊരു കാറ്റഗറിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇത് രണ്ട് ഡിഫറൻസാണ് ഇപ്പോൾ. അത് ശരിക്കും ഈ ചോദ്യം നല്ലൊരു ചോദ്യമാണ്. കാരണം കുറേ ആൾക്കാർക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്താണ് ആർട്ട് ഡയറക്ടർ, ആരാണ് പ്രൊഡക്ഷൻ ഡിസൈനർ എന്നത്. രണ്ട് പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാരാണ് എന്ന് എൻ്റെ ഒരു ഇതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ആർട്ട് ഡയറക്ടർ എന്ന് പറയുന്നത്, പക്ഷേ ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഇന്നിപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന ആർട്ട് ഡയറക്ടർ കേട്ടോ, പ്രൊഡക്ഷൻ ഡിസൈനർക്കല്ല. അവരിപ്പോഴും ആ തസ്തിക അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ട് ഡയറക്ടറും പ്രൊഡക്ഷൻ ഡിസൈനുള്ള ഡിഫറൻസ്, എക്സാമ്പിൾ ഒരു ബാർ അല്ലെങ്കിൽ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള എല്ലാ സ്കെച്ചും ഡിസൈനും, വാട്ട് ആർ ദ പ്രോപ്സ്, വാട്ട് കളർ വി ക്യാൻ യൂസ്, ഓർ വാട്ട് ദ ബെഡ്ഷീറ്റ് എന്തായിരിക്കണം, എല്ലാം അവിടെ വെക്കുന്ന പ്രോപ്പ് എന്തായിരിക്കണം, അത് വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന് കീഴിലുള്ള ആൾക്കാർ ചെയ്യുന്ന ആൾക്കാരാണ് ആർട്ട് ഡയറക്ടർ. പക്ഷെ പണ്ട് അതല്ല. പണ്ട് കർട്ടൻ മുതൽ ഇത് എല്ലാമേ നമ്മൾ തന്നെയാണ് വാങ്ങിച്ചു, അല്ലേ? അതെ അതെ. നമ്മൾ തന്നെ തയ്ക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ തന്നെ തയ്ച്ച് കൊണ്ടുവരണം. ഇന്ന് പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. ഇന്ന് ഡിസൈനർ എന്നുള്ളൊരു കാറ്റഗറി വന്നുകൊണ്ട് കുറച്ച് ആളുകൾ ആ ഡിസൈനർ കാറ്റഗറിയിൽ ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി വർക്കുകൾ കൂടിയുണ്ട് ശരിക്കും. ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പരിമിതമായിരുന്നു. ഇപ്പോൾ അതായത് കോസ്റ്റ്യൂം, അതിലേക്കും കൂടി നമ്മൾ എങ്ങനെ നമ്മൾ അടിക്കുന്ന ആ സെറ്റിലേക്ക് ഇത് സെറ്റാവുമോ, അങ്ങനെയുള്ള ടോട്ടലായിട്ടുള്ള നമ്മളൊരു ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. ശരിക്കും അത് പൂർണ്ണ രീതിയിൽ ഇവിടെ എത്തിയിട്ടില്ല. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ആ രീതിയിലേക്ക് എത്തിയിട്ടില്ല. പ്രൊഡക്ഷൻ ഡിസൈനർ ഒരു 10-17ഓളം ടീമുകൾ ചേർന്ന ഒരു മെയിൻ ഹെഡാണ് ശരിക്കും അയാൾ. അതിൻ്റെ കീഴിൽ വരുന്ന ഒരു മെയിൻ ഹെഡ് മാത്രമാണ് ഇയാൾ, ആർട്ട് ഡയറക്ടർ. അപ്പോൾ പൂർണ്ണ രീതിയിലേക്കാണ്ട് നമ്മുടെ അവിടെ ഇതായിട്ടില്ല. വരുന്നു വിചാരിക്കാം. ഇപ്പോൾ ഹോളിവുഡിലും ബോളിവുഡിൽ ബാക്കി ഇൻഡസ്ട്രിയിലൊക്കെ അങ്ങനെ വന്നു തുടങ്ങി. ഒരു വിഷയത്തെ പറ്റി കുറച്ച് കാര്യമായി പഠിക്കുന്ന ആളാണ് പ്രൊഡക്ഷൻ ഡിസൈനർ. ഒരു കഥയ്ക്ക് ചേരുന്ന പ്രതലം ഉണ്ടാക്കലാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ കലാസംവിധായകനല്ലേ പ്രൊഡക്ഷൻ ഡിസൈനർ പണി. അപ്പോൾ ഒരു വിഷയം പറയുന്നു, അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് എന്തായിരിക്കും എൻ്റെ കളറ്, എന്തായിരിക്കും എൻ്റെ ടെക്സ്ചർ, ഇതിന് മുമ്പേ നടന്നു പോയിട്ടുള്ള എന്താണ് ചരിത്രം പഠിച്ച് പുറകിലോട്ട് വന്ന് പഠിച്ച് വന്നിട്ട് നമ്മളൊരു ഒരു ഡിസൈൻ ഉണ്ടാകുന്നു. അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ആ ഡയറക്ടറും അതിൻ്റെ കീഴിൽ വരുന്ന മറ്റുള്ള തൊഴിലാളികളും ആയിട്ട് പോകുന്നത്. ഇപ്പോൾ ഡീറ്റെയിൽ പഠിക്കുക എന്നുള്ളത് അത് പ്രൊഡക്ഷൻ ഡിസൈനെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ അതിൻ്റെ പാറ്റേൺ എങ്ങനെ ഇരിക്കും, അതെങ്ങനെ ഇരിക്കണം, ഇതിന് മുമ്പേ എങ്ങനെ ആയിരുന്നു, ഇനി എങ്ങനെ ആവണം എന്നൊക്കെ ചിന്തിച്ച് കുറച്ചും കൂടെ കാര്യമായി ഗ്രഹിക്കുന്ന ഒരു ഉപാധിപ്പെടുന്ന ഒരു ആളെന്ന നിലയിൽ പ്രൊഡക്ഷൻ ഡിസൈനർ ഇപ്പോൾ കേരളത്തിലൊക്കെ അത് കുറച്ചും കൂടെ കുറച്ച് അടുത്തായിട്ട് തോന്നുന്നു വന്നിട്ടുള്ളതെന്നാണ് തോന്നുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ച് അടുത്തായിട്ട് ആർട്ട് ഡയറക്ടർ എന്നൊരു പോസ്റ്റേ ഉള്ളൂ ഏതിനും സിനിമയിൽ ഏതും എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന പണി അവർക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ പണിയും എല്ലാവർക്കും ചെയ്യാം. പക്ഷേ ആർട്ട് ഡയറക്ടർ ചെയ്യുന്ന പണി ആർട്ട് ഡയറക്ടറെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ജോലി വന്ന ആൾക്കാരല്ല നമ്മളെല്ലാവരും. പിന്നെ നമുക്ക് പ്രൊഡക്ഷൻ ഡിസൈനർ ആയപ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്പേസ് ഉണ്ട്. നമ്മളെ
കുറേ കാര്യങ്ങൾക്ക് നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾക്ക് ഭയങ്കര വാല്യൂ ഉണ്ട്. ധൈര്യമായിട്ട് നമുക്ക് പറയാം. അത് അവർ നിർബന്ധമായിട്ടും നല്ലതാണെങ്കിൽ എടുത്തിരിക്കണം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ്. അതായത് ആർട്ട് ഡയറക്ടർ പ്രൊഡക്ഷൻ ഡിസൈനറിലേക്ക് മാറുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഓവറോൾ ഒരു പടത്തിൻ്റെ ലുക്കും അതിൻ്റെ കളറും എല്ലാം നമ്മളെല്ലാം തീരുമാനിക്കുന്നത്. അയാളാണ് ശരിക്കും ലൊക്കേഷൻ അടക്കം അയാളുടെ ഇതാണ്. ഏത് ലൊക്കേഷൻ വേണം, ഏത് കളർ പാറ്റേൺ ആവണം, അങ്ങനെയുള്ളതല്ലേ അയാളുടെ ഒരു മെയിൻ ഒരു പാർട്ടാണ് സിനിമയുടെ. അതിൻ്റെ ഒരു കുഴപ്പം എന്ത് പറഞ്ഞാൽ, പണ്ട് നമ്മൾ ഇതിനു മുമ്പും സിനിമകളൊക്കെ വന്നിട്ടുണ്ട്, നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. പണ്ട് ഈ വെറുതെ മേശ പിടിച്ചിടുന്നായിരുന്നു ആ ഡയറക്ടർ. അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടായിരുന്നു. ചീത്തപ്പേരായിരുന്നു ശരിക്കും. അതെ. പക്ഷേ ഇന്ന് ഡിസൈനർ എന്നുള്ള കാറ്റഗറി വന്നപ്പോൾ നമുക്കൊരു പ്രശ്നം പറഞ്ഞാൽ നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ട്. അതിനൊരു വിൽ ഹാവ് ടു ഗെറ്റ് ഇറ്റ് വാട്ട് ഇസ് ദിസ് and how we can do, how we can explain this, and how will the colors will come, what is the product of end. അങ്ങനെ ഒരു 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 ദൃഢമായ ഒരു സാധനം ഇപ്പോൾ ഡിസൈനർ എന്നുള്ള സ്ഥിതിക്ക് തരാൻ പറ്റും. അതാണ് ഇത്. ഈ മേശ പിടിച്ചിരുന്ന അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, പേരുണ്ട്. അല്ല, അത് പണ്ടത്തെ കാലത്ത് ഒരു 80s 90s വർക്ക് ചെയ്യുന്നവർ പറയുന്ന ആ മേശ പിടിച്ചിട്ടോ, അല്ലെങ്കിൽ എന്തറിയോ, ഒരു ഫിലിം ഷൂട്ടിംഗ് നടക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്യണം, ഇവിടെ കട്ടിലിട്ട്, ഇവിടെ തന്നെ ആയിരിക്കും ഓഫീസ് റൂം, ഇവിടെ തന്നെയാണ് ഹോസ്പിറ്റൽ, എല്ലാം ഒറ്റ സ്ഥലത്താണ്. പക്ഷെ അന്ന് അത് മതിയായിരുന്നു. ഇന്ന് പക്ഷെ അതല്ല. സിനിമ വി ഗോൺ അപ്പ്. ശരിക്കും ആർട്ട് ഡയറക്ടർമാർ നന്നായിട്ട് വരക്കില്ലേ? വരയ്ക്കുന്നവരുണ്ട്. ഇവർ രണ്ടുപേരും നന്നായിട്ട് വരയ്ക്കും, ഞങ്ങൾ രണ്ടും തീരെ മോശം. അതെ. ഞാൻ എപ്പോഴും കേട്ടത് ആർട്ട് ഡയറക്ടർമാർ നന്നായിട്ട് വരയ്ക്കുന്നു. അങ്ങനെ വരക്കാൻ പറ്റാത്ത ആൾക്കും ആർട്ട് ഡയറക്ടർ ആവാൻ പറ്റുമോ? സംശയം തിരിക്കുന്നു. ഞാൻ ഉദാഹരണം ആണോ? ശരിക്കും ആർട്ട് ഡയറക്ടർ ആവേണ്ട ആൾക്ക് ആദ്യം വേണ്ടത് എന്താണ്? നല്ല കാഴ്ച വേണം. വിഷ്വലാണ് ആർട്ട് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ. പ്രതലം ഉണ്ടാക്കലാണ്. അതിന് വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വരച്ചാൽ കുറച്ച് ഈസി ആയിരിക്കും, വരയ്ക്കാത്തൊരു കുറച്ചുകൂടി പാടുവിടും. എൻ്റെ അനുഭവം അതാണ്. വരച്ച ഒരാൾ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. വരച്ചത് ഇങ്ങനെ ഇരിക്കണം എന്ന് പറയാം. നമുക്കറിയാത്തവരെന്ത് ചെയ്യും? അവിടെ ഇരുന്ന് പണിയെടുപ്പിക്കും, ഇങ്ങനെ ഇരിക്കും. അതാണ് എൻ്റെ അനുഭവം. അത് ചേട്ടനോ ആദ്യം ഫുള്ളായിട്ട് വരക്കോ? വരയ്ക്കണം എന്നുള്ളതാണ്. പക്ഷേ നമുക്കിപ്പോൾ ഇത്രയും കാലങ്ങളുടെ പരിചയം കൊണ്ട് നമുക്ക് അവിടെ എന്ത് സംഭവിക്കുന്നത് നമുക്കറിയാൻ പറ്റും മുൻകൂട്ടിയിട്ട്. ഇനി അവരിപ്പോൾ പ്രൊഡക്ഷൻ ഇപ്പോൾ പൈസ തന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും സംഭവിച്ചാലോ, നമുക്ക് അവിടെ എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളത് വളരെ കോൺഫിഡൻ്റ് ഉണ്ട് നമുക്കൊക്കെ. അതാണ് ഏറ്റവും ഇത്. അത് നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ഒരാൾ വന്നില്ലെങ്കിൽ, ടീം വന്നില്ലെങ്കിലും നമ്മളത് വെച്ച് ചെയ്യുന്നുള്ള ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. അതൊരു ആർട്ട് ഡയറക്ടർ മാത്രമേ ഇതുണ്ടാവുള്ളൂ. അത്രയും പാളിച്ച വരാനൊന്നും സാധ്യതയില്ല. പലപ്പോഴും നമ്മുടെ ആ കൂടെ ഇപ്പം നമ്മുടെ ജോലി ബന്ധപ്പെട്ട് വരുന്നത് ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നൊരു ജോലിയാണ്. അപ്പം ഒരു പുതിയ പയ്യൻ വരുന്നത്, അവൻ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് സിനിമ മോഹിച്ച് വന്നായിരിക്കും, ചിത്രകാരനായിരിക്കും, വല്ല പാടം വരയ്ക്കാനോ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനോ കഴിഞ്ഞിട്ട് വന്നവനാണ്. അപ്പോൾ വരുമ്പോൾ അവിടെ നിന്ന് ക്ലീൻ ചെയ്തതെന്ന് പറയുമ്പോൾ പുള്ളിക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ട് വരും. ക്ലീനിങ് സിനിമയുടെ ഭാഗമാണ്. അപ്പോൾ അവിടെ ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് നമ്മളതിനെ കാണുന്നുണ്ട്. അതുപോലെ ഒരു വേറെ എന്ത് ഹാർഡ് വർക്ക് എന്ത് വന്നോ, നമ്മൾ ആർട്ട് ഡയറക്ടർമാരെ സംബന്ധിച്ച് നിസ്സാരമാണ്. പക്ഷെ വേറൊരാൾ വന്ന് നോക്കട്ടെ, പുള്ളിക്ക് പറ്റില്ലത്. ആർട്ട് ഡയറക്ടർ ഭയങ്കര ഹാർഡായിട്ടും ഭയങ്കര സോഫ്റ്റായിട്ടും ഒക്കെ ഉള്ളൊരു ഭയങ്കര ഒരു ജോലിയായിട്ടാണ് ഞാൻ കാണുന്നത്. പല സ്റ്റാർസും പറയുന്നതായിട്ടുണ്ട്, സിനിമ കമ്മിറ്റ് ചെയ്യുന്നത് ചില ആൾക്കാർ സ്റ്റാർസിനെ നോക്കി പടം സെലക്ട് ചെയ്യും, ചില ആൾക്കാർ ഡയറക്ടറെ നോക്കി പടം ചൂസ് ചെയ്യും, ചില ആൾ സ്ക്രിപ്റ്റ് നോക്കി ചെയ്യും. ശരിക്കും ഒരു ആർട്ട് ഡയറക്ടർ പടം ചൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ചൂസ് ചെയ്യുക? ആരെ നോക്കിയാണ്? സ്ക്രിപ്റ്റ് നോക്കിയാണോ, ഡയറക്ടറെ നോക്കിയാണോ? നമുക്ക് വരുന്നത് ഭാഗ്യം പോലെ ഇരിക്കും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കഥ നോക്കിയിട്ടാണ് ഒരു സിനിമ ഫിക്സ് ചെയ്യുന്നത്. കഥ നല്ലതാണ്, നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ടോ. അല്ലാത്ത സിനിമകളും ചെയ്തിട്ടുണ്ട്, പക്ഷെ വലിയ വലിയ സിനിമകൾ വരുമ്പോൾ നമ്മൾ കുറച്ച് വലിയ സിനിമയുണ്ട്. അപ്പം എന്നെക്കൊണ്ട് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എനിക്കതിൽ പേര് കിട്ടുമോ, ഇതൊക്കെ തന്നെയാണ് എല്ലാവരും മനുഷ്യരും നോക്കുന്നത്. ഞാനങ്ങനെ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട്, അതിനൊരു അവാർഡ് കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹമുള്ള പോലെ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെയുള്ള സിനിമകളാണ് ഞാൻ സെലക്ട് ചെയ്യാറ്. ഞാനും ഇപ്പോൾ ഞാൻ കഥ കേട്ട് ഇതാക്കും. അല്ലാതെ പല കണക്ഷൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ നമ്മൾ എന്ത് സിനിമ ആണെങ്കിലും കഥ ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ അടുത്ത് തമിഴിൽ നിന്നൊരു സിനിമയുടെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കഥ ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞത് അവർക്ക് ഇഷ്ടമായില്ല. അതായത് അത് അതിഭീകരമാരായിട്ടുള്ള ഇൻഡസ്ട്രി. പക്ഷെ ഞാനത് ആലോചിച്ചത് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാണ്ട്, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ സിനിമ നമ്മൾ സാധ്യതയുണ്ടോ, നമുക്ക് ഒരു അതിൻ്റെ പ്രതിഫലം മാത്രമല്ല, ആ സിനിമ നമ്മളെ മോഹിപ്പിക്കണം. അതായത് നമുക്ക് ഫുൾ ടൈം ആർട്ടിസ്റ്റാണ് ഞാൻ, ഫുൾ ടൈം ആർട്ട് ഡയറക്ടറായ കാരണം എനിക്ക് ഫുള്ള് സിനിമയിൽ നിന്ന് വർക്ക് ചെയ്യണം അതിൽ. അല്ലെങ്കിൽ നമ്മൾ അടുക്കള
നായികയുടെ റൂം അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും. നമ്മൾ ഫുൾ ടൈം ഇരിക്കുന്നൊരു സെറ്റിലിരിക്കുന്ന ഒരു ആർട്ട് ഡയറക്ടറാണ്. അപ്പോൾ നമ്മൾ ഫുൾ ഓണാക്കി, അതായത് നമ്മുടെയൊക്കെ ഒരു ആർട്ട് ഡയറക്ടറുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ കാലഘട്ടമാണ്. അതിൽ നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കുന്ന എനിക്ക് ഒരു സ്ഥിരം ഒരു ആൾക്കാരുള്ളത്. അപ്പോൾ അവർ വിളിക്കുമ്പോൾ എനിക്ക് പോയി ചെയ്യുക. ചിലപ്പോൾ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റുന്ന സിനിമകളാണെങ്കിൽ മാക്സിമം ചെയ്യാം. അല്ലെങ്കിൽ ചില സിനിമയിലേക്ക് ചില ബഡ്ജറ്റ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭംഗിയായിട്ട് ആ ബഡ്ജറ്റിൽ നിന്ന് ചെയ്യാം. അവിടെ നമ്മൾക്ക് ഒരുപാട് നമ്മൾക്ക് അങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. മറ്റേ സിനിമകൾ നമ്മൾ ചെയ്യാന്നുള്ളതാണല്ലോ. പിന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു സമയത്ത് എനിക്ക് ഇന്ന സിനിമകൾ ചൂസ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ അങ്ങനെ നിൽക്കാറില്ല. അങ്ങനെ നമ്മൾ ചൂസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മളങ്ങനെ പിന്നിലോട്ട് പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ രീതിയിൽ പോകുന്നില്ല. കിട്ടുന്ന സിനിമകൾ നല്ല വർക്ക് ചെയ്യുന്ന സിനിമകൾ കിട്ടുന്നുണ്ട്, അതിനെ നമ്മൾ അങ്ങനെ ചെയ്യുന്നു. അല്ലാത്ത സിനിമകൾക്ക് അങ്ങനെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. വർക്കിന് ക്വാളിറ്റി കീപ്പ് ചെയ്യണമെന്ന് മാത്രം. ഞാൻ പ്രശാന്ത് പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ അധികം സെലക്റ്റീവ് അല്ല. എന്നാൽ വരുന്ന ഒരു പടം എന്തായിരിക്കും അതിൻ്റെ സബ്ജക്റ്റ്, അതിന് എന്ത് ചെയ്യാൻ പറ്റും, അത് എങ്ങനെ പൊലിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളൊരിത്. കാരണം പ്രശാന്ത് പറഞ്ഞ ഒരു നല്ല പടങ്ങൾ കാത്തിരുന്നാൽ ചിലപ്പോൾ നമ്മളെ കുടുംബം പട്ടിണിയാവും. അപ്പോൾ അതുകൊണ്ട് വരുന്ന പടങ്ങൾ ആത്മാത്മകമായിട്ട് അതിനുള്ള വിഷ്വൽ എന്താണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ട് ഭയങ്കര ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സ്ഥലങ്ങളും കാണുമ്പോൾ ഇത് ആർട്ട് ഡയറക്ടർ ഉണ്ടാക്കിയതാണെന്നറിയാം. ഇപ്പോൾ നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിലെ അമ്പലമാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ ഓരോ സാധനം കാണുമ്പോഴും ഇത് ആർട്ട് ഡയറക്ടർ ഉണ്ടാക്കിയതാണെന്നറിയാം. മുമ്പ് ആൾക്കാർ ഇങ്ങനെ ഇതുപോലെ തിരിച്ചറിയുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു വിഷമം. ഇപ്പം ഞാൻ കുറേ സിനിമകൾ എനിക്ക് മുമ്പ് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലത്തും ഒക്കെ പത്രങ്ങൾ ഉണ്ട്, ഞാനാ പോലുള്ള മാഗസീനുണ്ട്, അങ്ങനെ കാലത്തൊക്കെയാണ്. അപ്പം അന്ന് ഞാൻ ചെയ്ത കുറേ വർക്കുകളൊന്നും ആൾക്കാർ നിവേദ്യത്തിൻ്റെ അമ്പലം അങ്ങനെ കുറേ വർക്കുകൾ അതൊക്കെ ഇപ്പോൾ ചെയ്യായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര പേരായാലേ. അന്നൊന്നും ആൾക്കാരൊന്നും അറിയുകയും ചെയ്തിട്ടില്ല. ഏതോ പേപ്പർ കട്ടിങ്ങിൽ ഞായറാഴ്ച പത്രത്തിൽ ചെറിയൊരു 2 കോളം വാർത്ത വന്നു എന്നല്ലാണ്ട് അത് ആരും അറിഞ്ഞൊരു പോലും ഉണ്ടായിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള ഒരു കാലം എനിക്ക് വളരെ മുമ്പുണ്ടായിരുന്നു. അത് കുറേ മിസ്സിങ് എനിക്ക് ആലോചിക്കുമ്പോൾ അത് ഭയങ്കര വിഷമമുണ്ട്. അതന്ന് അറിയാതെ പോയല്ലോ ആൾക്കാർ, അതിൻ്റെ ആ ഒരു എഫർട്ട് ആരും അറിയാണ്ട് പോയി. ഇന്നായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ചെയ്യായിരുന്നു എന്നൊക്കെ. ഐ ഡിഡ് മോർ ദാൻ 100 ഫിലിംസ് ഇൻ മലയാളം മാത്രം. തമിഴ്, തെലുങ്ക് വേറെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെയാണ് കുറേ വർക്കുകൾ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്നുള്ള സാധനം വളരെ പ്ലസ്സാണ്. ഇപ്പോൾ നമ്മളെപ്പോലെ ടെക്നീഷ്യൻ, നമ്മളൊന്നല്ല ഡയറക്ടർ മാത്രമല്ല, കോസ്റ്റ്യൂമറാവട്ടെ, മേക്കപ്പ് ആവട്ടെ, ഇൻഡസ്ട്രിയിൽ ആർക്കും എല്ലാവർക്കും വലിയൊരു ക്യാമറ പിന്നിൽ നടക്കുന്ന പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. അത് നല്ലതും വരുന്നുണ്ട്, ചീത്ത വരുന്നുണ്ട്. വിൽ ടേക്ക് എ പോസിറ്റീവ്, വി ഡോണ്ട് വാണ്ട് ടു ടേക്ക് എ നെഗറ്റീവ് തിങ്സ്. ബട്ട് അതുപോലെ തന്നെയാണ് എൻ്റെ തന്നെ ഇപ്പോൾ മുല്ലവല്ലിയും തേന്മാവും അല്ലെങ്കിൽ നിറം, വാസനലക്ഷ്മി, ഇങ്ങനെയൊക്കെ കുറേ പടങ്ങൾ അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ നാനയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും 2 കോളം പേപ്പറിൽ വരുന്ന ഒരു സമയം പോയിട്ട് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ചെയ്ത ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ പടം കണ്ടിട്ട് ഇപ്പോൾ ഇത് ഞാൻ മേ ബി ഒരു 10th ഇൻ്റർവ്യൂ ആയിരിക്കും. സോ അത്രയും ആൾക്കാർ അതിനെ അറിയപ്പെടുന്നു, ആൾക്കാർ വിളിക്കുന്നു, കാണുന്നു. ഫസ്റ്റ് നമ്മളൊക്കെ ഞാൻ IV ശശി സാറിൻ്റെ സമയത്ത് മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു ഫസ്റ്റ് ജനറേഷൻ, പിന്നെ കമൽ സാർ, അങ്ങനത്തെ ഉള്ള, പിന്നെ ഇപ്പോൾ 3rd ജനറേഷൻ, ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഈ ജനറേഷൻ, ഇങ്ങനെ 3 ജനറേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അന്ന് അറിയപ്പെടുന്നു മമ്മൂട്ടി പടം അല്ലെങ്കിൽ ജോഷി പടം അല്ലെങ്കിൽ കമൽ പടം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത്. ഇന്ന് ഈ സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് ഹൂസ് ദ ഡയറക്ടർ അല്ലെങ്കിൽ ഹൂസ് ദ മേക്കപ്പ് ആൻഡ് ഹൂസ് ദ കോസ്റ്റ്യൂംസ്, പോട്ടെ വേഴ്സൺ ഹൂസ് ഡൺ ദറ്റ് VFX എന്ന് വരെ ചോദിക്കാനുള്ള, കാരണം ഇന്ന് ആൾക്കാർ അപ്ഡേറ്റായി, എല്ലാവരും അപ്ഡേറ്റായി. മീൻസ് പബ്ലിക് എല്ലാവർക്കും അവയർനെസ്സാണ്. അവരിന്ന് എല്ലാം ഹോളിവുഡ് മൂവീസ് കാണുന്നതാണ്. കാരണം അതിൻ്റെ ഒറ്റ ഇതുള്ള നമ്മളെ ഫോണാണ്, നെറ്റ് എല്ലാവർക്കും ആക്സസിബിൾ ആയതുകൊണ്ട് എല്ലാവരും വെറുതെ ഇരിക്കുന്നില്ല. ആരും വെറുതെ ഇരിക്കുന്നില്ല, എല്ലാവരും ഒരു പടം കാണുക, എൻജോയ് ചെയ്യുക. വെസ്റ്റേൺ മൂവീസ് കാണുന്നുണ്ട്, ഹോളിവുഡ് മൂവീസിൽ എന്തൊക്കെ, അതായത് ഇറാനീസ് മൂവിയിൽ നിന്ന് കുറേ ആൾക്കാർ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാവരും മൂവീനെ കുറിച്ച് കാണുന്നത് മാത്രമല്ല, അവർക്ക് എല്ലാത്തിനെ കുറിച്ച് ഒരു ബോധമുണ്ട്. അതാണ് ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് നമുക്കൊക്കെ ഗുണം കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്ന ആർക്കും നമ്മളായിട്ട് കണക്റ്റ് ആക്കാൻ പറ്റും. അത് വളരെ ഒരു വൈഡാണ് ശരിക്കും. ഇപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ വലിയൊരു ലോകം ഇതാകണം. നമുക്ക് ഏത് ഇൻഡസ്ട്രിയിലും നമ്മുടെ ആ സിനിമ കാണുകയാണ്. ഇവിടുത്തെ നമ്മൾ മലയാളത്തിൽ ചെയ്യാണെങ്കിലും തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി ആളുകളൊക്കെ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട് ശരിക്കും. ഇപ്പോൾ മലയാള സിനിമയിൽ നിന്ന് ആണ് ഈ പ്രൊഡക്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്.
ഇവിടുത്തെ മികച്ച ഭീകരന്മാരായിട്ടുള്ള ആളുകൾ ഇവിടെ ഒരു ടീം ഇവിടെ ഉണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇത് തന്നെയാണ്, നമ്മളൊക്കെ അതിൻ്റെ പാർട്ടാണ്. ഇവിടെ നമുക്ക് നമ്മുടെ മുന്നിൽ എന്ത് വർക്ക് ചെയ്താലും കുറഞ്ഞ പൈസ ഉണ്ട് അല്ലേ, നമ്മൾ വളരെ അതാ പ്രത്യേകം പറയണ്ടേ, മലയാളത്തില് കുറഞ്ഞ ചെറിയ പൈസ പൈസയിലാണ് ഈ പണിമുടി എടുക്കുന്നത്. നമ്മളത് അതിഭീകര സംഭവങ്ങളായിട്ട് കാണിക്കാൻ പറ്റുന്നുണ്ട്. അത് മഞ്ഞുമല്ല ഗുഹയൊക്കെ തെലുങ്കിലൊന്നും അത് പറ്റില്ല. എത്ര അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് അവർക്ക് ആ പൈസ കൊണ്ട് അവര് 500 കോടി 600 കോടി, നമുക്ക് ആ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്തു തരാൻ പറ്റാത്തത്? നമ്മുടെ മലയാളത്തിലെ മികച്ച ആർട്ട് ഡയറക്ടർമാരുള്ള സ്ഥലമാണിത്. നിങ്ങൾ എന്ത് 500 കോടി സിനിമയുടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ലോകം വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി തരാം. അത്രേ ഉള്ളൂ. ഇവിടെ പൈസയാണ് നമ്മുടെ മുന്നിൽ ഫണ്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അല്ല, നമ്മള് കഥ ഭയങ്കരമായിരിക്കും, ബാക്കി ഇതൊക്കെ ആയിരിക്കും. അതിന് പ്രൊഡ്യൂസർക്ക് ഫണ്ട് ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചത് നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ആർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെയാണ് ഇതിന്റെ ആരംഭിക്കുന്നത് നമ്മുടെ കഥകൾ. ശരിക്കും എങ്ങനെ നമ്മൾ മലയാളികൾക്ക് ഇത്രയും ചിലവ് കുറഞ്ഞിട്ട് ഇത് ചെയ്യാൻ പറ്റും? പക്ഷെ ഇപ്പൊ കുറച്ച് ചിലവ് കൂടുന്നുണ്ടെന്നോന്നല്ലേ? ഇപ്പൊ 8 കോടി 6 കോടി ആർട്ടിന് വേണ്ടി ചെലവാക്കുന്ന വർക്കിനെ എന്തുമാത്രം ചെലവാക്കേണ്ട ആവശ്യമുള്ള ചെയ്താണ്. അല്ല, നമുക്കിപ്പോ ഇപ്പം അജയൻ ചെയ്ത പടമായാലും സെന്താടച്ചായാലും വാക്ക് ഞാൻ ചെയ്തായാലും പടം നടക്കണമല്ലോ, ഐഡിയ നടക്കണം. അപ്പം നമ്മളെന്ത് ബുദ്ധി ഉപയോഗിക്കുക എന്നുള്ളൊരു സാധനമാണ്. നമ്മൾ കുത്തിയിരുന്ന് ബുദ്ധി ഉപയോഗിച്ച് നമ്മളത് എങ്ങനെ ചിലവ് ചെയ്യാം. ഈ ക്രിയേറ്റിവിറ്റിയുടെ ഉപരി രണ്ടാമത്തെ ചിന്ത വരുന്ന ഇതാ, ഫണ്ട് കുറച്ചത് എങ്ങനെ ചെയ്യാം. അതിൽ നിന്നുണ്ടാകുന്ന ഔട്ട്പുട്ടാണ് ഇപ്പോൾ കേരളത്തിൽ വന്ന സിനിമകളിലെല്ലാം ഉള്ള ഔട്ട്പുട്ട്. ബുദ്ധിയും തന്നെയാണ് ഇതിൻ്റെ ഒരു ഇതുണ്ടാകുന്നത്. അല്ലാതെ ഫണ്ട് ഉണ്ടെങ്കിൽ അത്രയും കൂടെ നമ്മൾ സ്ട്രെയിൻ ചെയ്യണ്ട, ഫണ്ട് കുറയുമ്പോൾ നമ്മൾ അത്രയും കൂടെ സ്ട്രെയിൻ ചെയ്യണം. തീയിൽ കുരുത്തവരാണ് ഞങ്ങള്. പക്ഷേ ഈ കമന്റ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വരും. 2 കമന്റാണ് മെയിനായിട്ട്. അതായത് ഇപ്പോൾ ഒരു വലിയ വർക്ക് ചെയ്ത സമയത്ത് ഇത് ആർട്ട് ഡയറക്ടർ ചെയ്തതാണെന്ന് ആ സിനിമ ഇറങ്ങുന്നതോടൊപ്പം പറയുമ്പോൾ ചില ആൾക്കാർ പറയട്ടെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ അത് ഉണ്ടാക്കിയതാണെന്നൊരു ചിന്ത വരും. അത് പറയണ്ടായിരുന്നു ചില ആൾക്കാർ കുറെ 6 മാസം കഴിഞ്ഞ് അങ്ങനെ പറയുന്നുണ്ട്. ഈ കാണാറുണ്ടോ ഇത്? അത് എനിക്ക് അനുഭവം. ഇപ്പം ആടുജീവിതത്തിൽ ഞാൻ ഇത്രയും ചെയ്തിട്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറാവും. അപ്പോൾ അതുകൊണ്ട് സിനിമയെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ടൊന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പറയാനുണ്ട്. പക്ഷെ അതൊക്കെ മനസ്സിൽ വെച്ചിരിക്കുകയാണ്. ഒരു സ്ഥലത്തും അത് പോസിറ്റീവ് പിടിക്കാനും ചെയ്തിട്ടില്ല. നമ്മുടെ നെറ്റ്ഫ്ലിക്സൊക്കെ വന്നിട്ടുണ്ടല്ലോ, വരുമല്ലോ. ഞാൻ അതിന് ശേഷം വേണം അതൊക്കെ ഒന്ന് വെളിപ്പെടുത്താൻ. നമ്മളിതൊക്കെ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് സിനിമ എന്താവുമെന്ന് അറിയാത്ത കാരണമാണ് ചിലപ്പോൾ അങ്ങനെ പറയേണ്ടി വന്നത്. ശരിക്കും ഷൈജുക്കൊക്കെ സിനിമ ഇത്രയും പൈസ ചിലവായി, ഇതിലാരും ഇല്ല, നമ്മൾ മെയിനായിട്ടുള്ള ആർട്ടിസ്റ്റ് ഒന്നും ഇല്ല, പക്ഷെ ഈ സിനിമ എന്ത് ആവും. അപ്പോൾ അതിൻ്റെ ഒരു സാധനമാണ് നമ്മളിതിങ്ങനെ പറഞ്ഞതായിട്ട് തോന്നിയത്. പക്ഷെ ആ സാധനം അത് പറഞ്ഞതിന് ശേഷവും ആളുകൾ ആ ഭീകരതയ്ക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ആളുകൾക്ക് തോന്നും അത് എന്നാൽ ശരി. പക്ഷെ തിയേറ്റർ എന്നുള്ളതിൽ ഇരിക്കുമ്പോൾ അത് നമ്മൾ റിയലായിട്ട് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് ഘടകങ്ങൾ അതിന് ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ അതിപ്പോൾ ബ്രഹ്മയുഗ ആയാലും പോലും നമ്മളെല്ലാം കൂടി ചേരുമ്പോൾ അതൊരു മാസ് വർക്കായിട്ട് വരും. ഇത് പറഞ്ഞ് ഇത് സെറ്റാന്ന് പറഞ്ഞ്, പക്ഷെ തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിലാതെ വരുമ്പോഴാണ് വിജയിക്കുന്നത്. ഇപ്പം അതിനായിട്ട് ഗുഹ അല്ലെങ്കിൽ ഗുണാക്കേവ് ഈ ഞങ്ങൾ ഉണ്ടാക്കിയ സെറ്റ് എന്ന് പറഞ്ഞിട്ട് ജനത്തിന് മനസ്സിലായില്ല. മറ്റേത് സെറ്റാന്ന് പറഞ്ഞിട്ട് സെറ്റായിട്ട് തോന്നുമ്പോൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. സെറ്റായിട്ട് ഇപ്പോൾ അജയനിട്ട ഗുഹ സെറ്റാന്ന് തോന്നിയില്ല, അത് ഓഡിയൻസിനും തോന്നിയില്ല, കണ്ടവർ. ഞാൻ ബ്രഹ്മയുഗത്തിലിട്ട വർക്കുകൾ ആൾക്കാർക്ക് ഇത് സെറ്റ് ഇട്ടാന്ന് തോന്നിയില്ല. അതിൽ 2 കാര്യങ്ങൾ. അതായത് വെൻ യു മേക്കിംഗ് ദ സെറ്റ്, ഇപ്പോൾ ഒരു വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 40 years ഇപ്പോൾ നിങ്ങൾ ചെയ്ത പടത്തിൽ അതിൻ്റെ സീസണാണ് അതിൻ്റെ കാര്യം. ഒരു വർക്ക് ചെയ്യുന്നതിൽ വർക്ക് ചുമ്മാ എല്ലാവർക്കും അടിക്കാം. ഈ സെറ്റ് അടിക്കാൻ പറഞ്ഞാൽ ഏത് കാർപ്പൻറ്റർക്കും അടിക്കാം. അതിൻ്റെ ഫിനിഷിങ്ങും അതിൻ്റെ സീസണിങ് ആണ് നമ്മൾ കാണേണ്ടത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യുമ്പോൾ ദർ ഈസ് എ ഡിഫറൻസ്. ഇപ്പം നമ്മൾ ഇട്ടിട്ടുള്ള ഈ കളറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുമ്പോൾ ഇത് ലൈറ്റ് ഗ്രേ ആവും, ഇത് അതിനേക്കാൾ കുറച്ച് ലൈറ്റാവും, ഇത് ഡാർക്കാവും. ആ സ്കീം കളർ കണ്ടുപിടിച്ച് ചെയ്യണം എന്നുള്ള വലിയ കാര്യമാണ്. നമ്മളിപ്പോൾ എത്ര സെറ്റ് ഇട്ടാലും ഇങ്ങനെ ഒരു കളർ സ്കീമിലാണ് വർക്ക് ചെയ്യുന്നത്, ഈ കളർ അടിച്ചാൽ ഈ കളർ ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുറച്ച് റിസ്ക് ആണ്. ഞാനും കുറച്ച് ബുദ്ധിമുട്ടിയില്ല. ബ്രഹ്മയുഗത്തിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ കളറും ഡള്ളി, പക്ഷേ ഇത് അടിച്ചിട്ട് നോക്കുക ഒന്നും കാണുന്നില്ല. കാരണം ഇതിനെക്കുറിച്ച് എനിക്ക് വിൻസെൻ്റ് മാസ്റ്റർ, മരിച്ചുപോയ വിൻസെൻ്റ് മാസ്റ്റർ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ സാബു സാറെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ സാബു സാറിൻ്റെ അങ്കിളിനാണ് വിൻസെൻ്റ് മാസ്റ്റർ. പുള്ളി എനിക്കൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ വർക്ക് ചെയ്താൽ എന്തായിരിക്കും. ഒരു ½ an hour പുള്ളി എനിക്കൊരു ക്ലാസ് എടുത്ത്, ആ ക്ലാസ്സിലാണ് ഞാൻ ഇങ്ങനത്തെ കാര്യം മനസ്സിലാക്കിയത്. ഗ്രഡേഷൻ എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മൾ ഈസി ആയിട്ട് കാണും, പക്ഷേ
ബ്ലാക്ക് ആൻഡ് വൈറ്റ് വർക്ക് ചെയ്യുമ്പോൾ അത്രയും അന്ന് അത്രയും ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അത് 3-4 ലെയർ ഇങ്ങനെ നമ്മൾ ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് ഇത് അല്ല അത് ബ്രഹ്മയുഗത്തിന്റെ എന്ന് പറഞ്ഞാൽ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ലേ അതിന്റെ ഭീകരത ഇതാക്കിയത്. പക്ഷെ ഭയങ്കര ഡീപ്പാണ് അതിലത്തെ ഇരുട്ടിന്. അതായത് നമ്മൾ കളറിലുള്ള ഡീപ്പല്ല, ഡെപ്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡെപ്ത് ആയിരുന്നു. ഭയങ്കര ഡീപ്പായിട്ടുള്ള കളർ നമ്മൾ നമുക്കത് അറിയണില്ല ശരിക്കും സിനിമ കാണുമ്പോൾ. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പോലും മറന്നുപോയി നമ്മൾ. അങ്ങനത്തെ ഒരു നിഗൂഢമായ ഒരു ഇതിലാണ്. നമുക്കൊരു തരി വെളിച്ചം കണ്ടാൽ നല്ലത് എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിന്റെ ഷാഡോ പിന്നെ അതിന്റെ ക്യാമറ ഷേനാദ് നല്ല ഗംഭീരമായിട്ട് ചെയ്തു. ഉള്ളൊഴുക്കും ഷേനാദല്ലേ അല്ലേ? ഞാൻ ഷേനാദ് വിളിച്ചത്. ഷേനാദിന്റെ 2 പടം ഒരു മാസ്റ്റർ വർക്കാണ്. അതൊരു നമ്മളൊരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് പെയിന്റിംഗ് ഒക്കെ കാണുന്ന മാതിരി അതിന്റെ ഫ്രെയിമിംഗ് രീതിയൊക്കെ ചെയ്തത്. പക്ഷെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഇപ്പോൾ ഗുണ കേവ് ഒന്ന് ലൈവായിട്ട് കാണാൻ പറ്റിയിരുന്നെങ്കിൽ അത് കുറച്ച് ദിവസം ആൾക്കാർക്ക് കൊടുത്തുകൂടെ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതന്നെ അത് പൊളിച്ചെടുത്താലേ നമ്മുടെ ബാക്കി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ല കമന്റ് കാണുന്നില്ല ഒരുപാട് ആൾക്കാർ. ഞങ്ങൾക്ക് ബാഹുബലിയൊക്കെ പോലെ ഞങ്ങൾ ടിക്കറ്റ് വെച്ച് ഞങ്ങൾ 1 മാസം കൊണ്ട് പക്ഷെ അത് അത്രയും അതിന്റെ പ്രശ്നമാണ്. കേരളത്തിൽ നമുക്ക് ഭയങ്കര സ്റ്റുഡിയോ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. കേരളത്തിലെ സ്റ്റുഡിയോ ഉണ്ടായിരുന്ന ഇപ്പൊ ഓരോ വർക്കുകളും ഇപ്പം ഇവർക്ക് തന്നെ അവിടെ ഒന്നും അധികം കൂടുതൽ ദിവസം പോകേണ്ട കാര്യത്തില്ല. ഇവിടെ തന്നെ ഇതെല്ലാം ചെയ്തെടുക്കായിരുന്നു. നമുക്ക് ബ്രഹ്മയുഗത്തിന്റെ സെറ്റിനകത്ത് കിടക്കും ഈ അജയനിട്ട് ഉള്ളൊരുക്കൽ എല്ലാ സാധനവും നമുക്ക് അവിടെ. ഞങ്ങൾ സാധനം നമുക്ക് കേരളത്തിൽ ഇല്ലല്ലോ. ശരിക്കും അങ്ങനത്തെ ഒരു ആവശ്യമുണ്ട്. ബോളിവുഡില് രാംലീല ബൻസാരിയുടെ പടങ്ങളൊക്കെ വലിയ സെറ്റുകളാണ്. ആ സെറ്റ് ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. എല്ലാ സെറ്റുകളും ഇപ്പോൾ കാണാം. കാരണം അവർക്ക് ദേ ഹാവ് എ സ്പേസ് ആൻഡ് ദേ ഗെറ്റിംഗ് മണി ഫ്രം വേറെ ആർക്ക് കൂടുതലും കുഴപ്പം. നമ്മൾ മലയാളത്തിലെ കുഴപ്പം വെച്ചാൽ നമ്മളിട്ട സെറ്റ് കഴിഞ്ഞോ പൊളിച്ചോളിടും. അല്ല നമുക്ക് സ്റ്റുഡിയോ സൗകര്യം ഇല്ല എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന എല്ലാ സെറ്റുകളും ഇത് കണക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സ്റ്റുഡിയോ കേരളത്തിൽ ഇല്ല. അത് തന്നെ സത്യം പറഞ്ഞാൽ. ഉണ്ടെങ്കിൽ ഉണ്ടോ ഇപ്പോൾ ഈ പറയുന്ന മഞ്ഞ് ഒരു സെറ്റാണ്, അതിന് അടുത്ത സിനിമ ഗുണ ഷൂട്ട് ചെയ്യണം, അത് ഇവിടെ ഷൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ സാധാരണ മറ്റേ അവിടെ സെറ്റിട്ട സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റ് ഇടാൻ പറ്റുമല്ലോ, സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ സൗകര്യം കേരളത്തിൽ ഇല്ല. എന്നിട്ടാണ് ഈ കിടന്ന് കളിക്കുന്നത് നമ്മൾ കിടന്ന് എവിടെയെങ്കിലും പോയി പെരുമ്പാവൂരെങ്ങാണ്ട് പോയിട്ട് വലിയൊരു സമയമാണ്. പിന്നെ ഏറ്റവും സിനിമ നമ്മളിപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പലതും ചെയ്യാൻ പറ്റും, പക്ഷെ ഇതിനൊന്നും സമയം ഉണ്ടാവില്ല. അതായത് നമ്മളിപ്പോൾ ഡയറക്ടർ എന്നുള്ളതിൽ നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു പരിചയം കൊണ്ട് പറയും നമുക്ക് 15 ദിവസം കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അവർ പറയും ഓക്കെ 15 എന്ന് പറയും. പിന്നെ ലാസ്റ്റ് വന്നിട്ട് നമ്മളതൊരു 8 ദിവസം കൊണ്ട് ചെയ്ത് കൊടുക്കേണ്ടതായിരിക്കും മിക്കവാറും. അപ്പോൾ നമ്മൾ സമയം ഉണ്ടാവില്ല, അതിൻ്റെ ബഡ്ജറ്റും കുറവായി. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്ത് കാണിക്കുന്ന ഒരു മാജിക്കൽ പരിപാടി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അല്ലേ, നമുക്ക് 15 ദിവസം നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഇത് വെച്ചിട്ട്. പക്ഷെ അതിന് കിട്ടുന്ന അതിന് അതിഭീകരമായ പെയിനും പ്രഷർ എന്ന് പറഞ്ഞാലേ ഇപ്പം നമുക്ക് 15 ദിവസം ശ്വാസം വിടാൻ സമയമുണ്ട്, ശ്വാസം വിടാൻ സമയമുണ്ട് എന്നും വെച്ചാൽ 15 ദിവസം കേൾക്കുന്നത്. അപ്പൊ സെറ്റപ്പുകൾ എന്ന് പറഞ്ഞാൽ അത്ര അധികമായിരിക്കും. നമുക്കത് ചെയ്ത് ഒരാളാണ് ഇതിൻ്റെ ഉണ്ടാവുക, അയാളുടെ മൈൻഡിൽ നിന്നുള്ള സാധനങ്ങളാണ്. അയാൾക്കാണ് അറിയുള്ളൂ ഇതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന്. മറ്റേ ഡയറക്ടർക്കൊക്കെ ബാക്കി നമ്മൾ വന്നു കഴിഞ്ഞാലേ അറിയുള്ളൂ. നമ്മളിതിന്റെ മൈൻഡും തലയിലും ഉറക്കം ഇതൊക്കെ ഇതായിരിക്കും. നമ്മൾ ഇപ്പൊ വീട്ടിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ മുന്നിൽ സിനിമയാണ് ഇവിടെ നടക്കുന്നത്. ആ ഒരു ഇതില്ലേ മറ്റേതൊക്കെ ഈ പ്രതലത്തിൽ നിന്നല്ലേ ഇത് നമ്മൾ ഈ പ്രതലം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരാണല്ലോ. ശൂന്യതയിൽ നിന്ന് സാധനം ദെങ്ങിയിരിക്കും എന്നും പറഞ്ഞിങ്ങനെ കൈകൊണ്ടും കാലുകൊണ്ടും ഒരു സാധനം ഉണ്ടാക്കി പറഞ്ഞു കൊടുത്ത് നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ അതിന് വേണ്ടി നാളെ ബാക്കി കസർത്ത്. പിന്നെ വേറൊരു സംഭവം, ഇപ്പോൾ വലിയ അതായത് തരികിട പരിപാടിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ പ്രേക്ഷകർ പറഞ്ഞാൽ നമ്മളെ അവർ എയറിലാക്കും, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഇതൊക്കെ അല്ലേ. എന്നോടിപ്പോൾ ഒരു സിനിമ ഇപ്പം അടുത്തിറങ്ങിയത്, അതിൻ്റെ ബാക്കിലെ ഡോർ പ്ലാസ്റ്റിക് ആയിരുന്നു, പ്ലാസ്റ്റിക്കിനുള്ളിൽ പ്രിന്റിങ് ആണ്. ആ പ്രിന്റിങ് വന്നത് ഇത്രയും കാലഘട്ടത്തിലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു താങ്ക് യു എന്ന് പറഞ്ഞു. അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. കലണ്ടർ എന്തോ പറഞ്ഞു, കലണ്ടർ ഡേറ്റ് എന്തോ പ്രശ്നം 2 ദിവസം മുമ്പ് വന്നായിരുന്നു. കാരണം ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. നമ്മളപ്പോൾ അത് വെറുതെ എന്തെങ്കിലും തട്ടുതരികിട പരിപാടിയൊന്നും നടക്കില്ല. വളരെ നമ്മളും അത്യാവശ്യം ബോധവാന്മാരായി ഇതിനെപ്പറ്റി നല്ലതായിട്ട് നല്ല പഠനമില്ലാതെ നല്ലൊരു വർക്ക് ഉണ്ടാകാൻ പറ്റത്തില്ല. എനിക്ക് പറയാനുള്ള ഈ കേസിൽ ഒരു ആർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഹി ഷുഡ് നോ എവറിത്തിങ്. അവന് മാത്സ് അറിയണം, അവന് കെമിസ്ട്രി അറിയണം, അവന് ഫിസിക്സ് അറിയണം, അവന് അപ്ഡേറ്റ് ആയിട്ട് ഇന്ന് മാർക്കറ്റിൽ എന്താണ് സാധനങ്ങൾ വന്ന് ഇറങ്ങിയിട്ടുള്ളത് പോലും അറിയണം. ഉറപ്പായിട്ട് വേണം, തീർച്ചയായിട്ടും. എന്നാൽ മാത്രമേ നല്ല ഒരു ആർട്ട് ഡയറക്ടർ ആയിരിക്കണം. പിന്നെ ഇതിനെല്ലാം ഉപരി ആർട്ട് ഡയറക്ടറിന് ഉപരി he is supposed to be a big coordinator. ഒരു 150 പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 150 പേര് നമ്മൾ നിൽക്കുമ്പോൾ വർക്ക് ചെയ്യണം. അതിന് ആ കോർഡിനേഷൻ പവർ ഉണ്ട്.
സോ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറയുന്നത്. അതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇൻസ്റ്റന്റ് ഐഡിയ കൊടുക്കണം ആ ഡയറക്ടർ. നമ്മളെന്താ മജീഷിനെ പോലെ അവിടെയാണ് ശരിക്കും ഈ നമുക്ക് പുതിയ ചില ആളുകൾ പരാജയപ്പെടുന്നത് ചിലപ്പോ അവിടെ ആയിരിക്കും. നമ്മള് ഒരു ഓപ്ഷൻ അപ്പൊ ആ നിമിഷത്തിൽ ഉണ്ടാക്കണം. ഒളിച്ചൂടി പോകാൻ പാടില്ല, ഒളിച്ചൂടി പോകരുത്. അവിടെ നിന്നിട്ട് ഫേസ് ചെയ്തിട്ട് നമ്മൾ 150 പേരെ കൊണ്ട് പറ്റാത്ത ഒരു പ്രതിസന്ധി ആയിരിക്കും. അപ്പൊ നമ്മൾ വേറെ ഇവിടെ എന്തെങ്കിലും പരിപാടി നിൽക്കുകയായിരിക്കും, ആ ഡേട്ടങ്ങ് വിളിച്ച് അപ്പൊ നമ്മളിങ്ങോട്ട് വരുന്നു എന്താണ് അത് അജയല്ല ജോഷ് ഇത് എന്താ, അപ്പം നമ്മൾ ഇതെന്തോ എന്ന് ചിന്തിച്ച് വരുമ്പോഴത്തേക്കും അവര് അതിന് ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കണം. അത്ര ഹാർഡ്. നമ്മൾ സെറ്റ് ഇട്ടുണ്ട് ചിലപ്പോ നമ്മൾ ഒരു മാസം കൊണ്ടായിരിക്കും, പക്ഷെ ഇവിടുത്തെ ഈ പ്രോബ്ലം നമ്മൾ സെറ്റ് ചെയ്ത് ചിലപ്പോ ഒരു മാക്സിമം 5 മിനിറ്റിനുള്ളിൽ നമ്മൾ ഇത്രയും വലിയ സെറ്റ് ഇട്ടുണ്ടായിരിക്കും. അതാവും അതിന് അവിടുന്ന് ലൈറ്റ് ഇല്ല, മറ്റേതില്ല, അതില്ല, ഒരു സംഭവം ഉണ്ട് അതിന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് നമ്മളൊരു ചെറിയ മാജിക്കൽ പരിപാടി എന്നൊക്കെ അതിന് പറയാം. എല്ലാ ദിവസവും റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടിയുടെ മനസ്സോട് കൂടി ഇറങ്ങണം. അതാണ് ഇന്ന് എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും അറിയില്ല. അത് നമ്മൾ ഫെയിലായി പോകുന്നത് നമ്മളെ മാനസികമായിട്ട് ശരിക്കും ഇതായിരിക്കും. ചില സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് പോലും നമുക്കത് സക്സസ് ആക്കാൻ ഇമോഷണൽ ആൾക്കാരാണ് ആ ഡയറക്ടർമാർ. എല്ലാവരും തോന്നുന്നു കുറച്ച് ഇമോഷൻ കൂടുതലാണ്. പെട്ടെന്ന് നമുക്ക് ഇതിനൊക്കെയുള്ള ചെറിയ വിഷമം വന്നാൽ നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു പോകും. സെറ്റ് പൊളിക്കുമ്പോൾ അങ്ങോട്ട് പോവോ? സെറ്റ് പൊളിക്കുമ്പം എനിക്ക് അങ്ങനെ പോയിട്ടില്ല. കാരണം വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച സാധനം ഉണ്ടായി അതിൻ്റെ നമ്മൾ ആവശ്യമുള്ള സാധനം എടുത്തല്ലോ, പിന്നെ പൊളിക്കുന്നതിന് എനിക്ക് ചെറിയ വിഷമം തോന്നിയിട്ടില്ല. എനിക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു. ഞാനത് ഓർഡർ കൊടുത്തിട്ട് പിന്നെ അവിടേക്ക് പോകാറില്ല സത്യത്തിൽ. അതെനിക്ക് പലതും നമ്മൾ അത്രയും പ്രിയപ്പെട്ട സാധനങ്ങൾ പൊളിച്ചു മാറ്റുന്നത് എനിക്കിതില്ല. അതിപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഭാവന സ്റ്റുഡിയോ ഒക്കെ ഞങ്ങൾ മഹേഷിൻ്റെ പ്രതികാരത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ സ്റ്റെപ്പ് ഇറങ്ങുന്നതിന് മുന്നേ ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെ ഒരു സാധനം ഇല്ല ഇനി അവിടെ നമ്മുടെ മുന്നിൽ. ഇനി അങ്ങനെ ചിന്തകളിൽ പൊളിക്കാൻ നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ നമ്മുടെ മുന്നിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. അതെങ്ങനെ ഉണ്ടാക്കിയെന്നോ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റിയെന്നോ നമ്മുടെ മുന്നിൽ ഒരു ഇതില്ല. അപ്പൊ അത് പൊളിച്ച് മാറ്റുക എന്ന് പറയുന്നത് നമ്മളത് കാഴ്ചക്ക് നിൽക്കാറില്ല എൻ്റെ ഒരു ഇതില്. അല്ല, ഞാൻ എല്ലാ സെറ്റ് പൊളിക്കുന്ന പോകാറുണ്ട്. മലയെ കുഞ്ചു പൊളിച്ച ഞാനാ, നിന്ന് രമേകം പൊളിച്ച ഞാനാ. ഞാൻ ഭയങ്കര ഇമോഷനാണ്. പോകാതിരിക്കാൻ പറ്റില്ല. എന്താ പറയാ, ജോലി കഴിഞ്ഞാൽ നമ്മൾ എന്താ നമ്മൾ ചെയ്ത സ്ഥലം, ഷൂട്ട് ചെയ്ത സ്ഥലം അവിടെ എല്ലാം ഓക്കെ അല്ലേ എന്ന് അവിടെ പൊളിച്ചു കഴിഞ്ഞു, എല്ലാം ക്ലിയർ ആക്കി കഴിഞ്ഞു, അവിടെ എല്ലാം ഓക്കെ അല്ലേ എന്ന് ചെന്ന് നോക്കേണ്ട ചുമതല നമുക്ക് ഉണ്ടല്ലോ. അല്ലെങ്കിൽ വേറൊരു സിനിമയ്ക്ക് വീണ്ടും ചെല്ലുമ്പോൾ അത് ഇഷ്യൂഡ് വരാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പോവാറുണ്ട്. അല്ലാണ്ട് വിഷമൊക്കെ ഉണ്ട്, പൊളിക്കണ വിഷമം തന്നെ. ഞാൻ ഏറ്റവും വിഷമിച്ച ഒരു സെറ്റാണ് ആമീനില് പള്ളി പൊളിക്കുമ്പോൾ. പക്ഷെ ആ പള്ളി പടം ഇറങ്ങിയിട്ട് ഒരു മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം ഇതേമാതിരി ഒരു ചാനലിൽ എന്നെ ഇൻ്റർവ്യൂവിന് അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ ഞാൻ കാണുന്നത് അവിടെ 10 രൂപ, അവിടുത്തെ ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു, പുള്ളി 10 രൂപ വാങ്ങിച്ചിട്ടാണ് ആൾക്കാരെ. ഞാനപ്പോൾ എൻ്റെ പ്രൊഡ്യൂസറെ വിളിച്ചു, ചേട്ടാ ഇത് ഇങ്ങനെ ഉണ്ടല്ലോ, ഫരീദക്ക് എങ്ങനെ 10 രൂപ വാങ്ങിച്ചിട്ടുണ്ട് ഇയാൾ ആൾ. അപ്പോൾ വണ്ടിക്കണക്കിന് ആൾക്കാർ വരിക. ഈ പടം ഹിറ്റായി കഴിഞ്ഞാൽ ഈ സെറ്റ് ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മഞ്ഞുമലിന്റെ സെറ്റൊക്കെ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് ഇപ്പൊ പള്ളിയും എല്ലാം നമുക്ക് ഒരു ഇപ്പൊ ഹോളിവുഡ് പടത്തിൽ സഞ്ജയ് ലീലയുടെ സെറ്റ് കാണാൻ 250 ഉറുപ്പ്യാണ്. നമുക്ക് പോയി കാണാം. അവിടെ പോയി നമുക്ക് ഇരുന്ന് ഫോട്ടോ എടുത്തിട്ടൊക്കെ വരാം. ബാഹുബലിന്റെ കാണുന്നതിനുണ്ടല്ലോ, അതിനുണ്ടല്ലോ. അതുണ്ട്. അതുപോലെ സെറ്റ് പുള്ളി തന്നെ ഡിസൈൻ ചെയ്യുന്നത് അല്ലേ? അല്ലേ, ഫ്ലൈറ്റ് ഏതോ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ചു കാലം നിർത്തി. തൃശ്ശൂരാണ് ദിലീപ് നാഥിന്റെ ഏതോ വർക്ക് ഐഡന്റിറ്റി എന്ന് പറഞ്ഞ സിനിമ ഒരു സെറ്റ് ഇട്ടുണ്ട്. ശരിക്കും നല്ല വരുമാനമല്ലേ സാറ്റലൈറ്റ് ഒക്കെ പോലെ. പക്ഷെ നമുക്ക് വരുമാനമില്ല, അത് പ്രൊഡ്യൂസർക്കോ അല്ലെങ്കിൽ അതിന് ശരിക്ക് നമ്മുടെ ഇവിടുത്തെ ഇതൊരു ഇപ്പൊ പറഞ്ഞ പോലെ പൊളിക്കുന്നില്ല എന്നുണ്ട്. ഞാൻ പൊളിക്കുന്ന ആളാ, സംരക്ഷിക്കുന്ന സാധനം ചെയ്യാൻ ടൈം കൂടുതലെടുക്കും. നമ്മളെ സംബന്ധിച്ചിട്ട് പെട്ടെന്ന് ചെയ്യുക, പെട്ടെന്ന് മാറ്റുക എന്നുള്ളതാണല്ലോ. അല്ല, നമ്മള് ഒന്നാമത്തെ കാര്യം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇത് കണക്ക് നമ്മളിപ്പോ ഒരു ഇട്ടു കുറച്ചാൾ കഴിയുമ്പോൾ ഉരുണ്ടാറിന് തലേ വീണാ തീർന്നു. ഒന്ന് പിന്നെ ആൾക്കാർ ഇപ്പൊ 10 രൂപ എടുത്തിട്ട് സംഭവിച്ചെന്തറിയോ, ഞാൻ പ്രൊഡ്യൂസറത്തെ പറഞ്ഞു. അപ്പൊ ലാൻഡ് ഓണർ എനിക്ക് പരിചയമുള്ള ഒരാള്, പുള്ളി അടുത്ത് പറഞ്ഞു, നിങ്ങളിത് പൊളിക്കുന്നില്ലേ, നിന്റെ പ്രൊഡ്യൂസർ പൊളിക്കുന്നില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ആരെയും ഒരു മെഴുകുതിരി കത്തിച്ചാൽ പിന്നെ നിങ്ങൾ അവിടെ പള്ളി പണി കൊടുക്കണ്ട, ഇയാൾ രാത്രിയോട് രാത്രി ആൾക്കാരെ വെച്ച് പൊളിച്ചു.
നമ്മൾ ഇടുന്ന സെറ്റും അങ്ങനെ ഉണ്ട്. കാരണം നമ്മൾ ലൈഫ് ടൈം നിൽക്കാനുള്ള ഒരു സെറ്റും നമ്മൾ ഇവിടെ ചെയ്യാറില്ല. കാരണം നമ്മുടെ ബഡ്ജറ്റ് അതായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് അത് പറഞ്ഞ കാര്യമാണ്. അല്ല ഈ ഗുണാക്കെ നിലനിർത്തേണ്ടതായിരുന്നു. അത് നിർത്തിയിരുന്ന അല്ല ഇവിടുത്തെ ശരിക്കും ഇവിടുത്തെ ബിൽഡേഴ്സ് ഒക്കെ ശരിക്കും അങ്ങനെ ഒരു ചിന്തകളിൽ പോകണ്ടാണ്. അതായത് ഒരു ഫിലിം വില്ലേജ് പോലുള്ള ഒരു സ്ഥലം ഈ ഇവിടുത്തെ ബിൽഡേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ലെങ്കിൽ പുറത്തുനിന്നുള്ള എത്ര സ്റ്റുഡന്റ് സ്കൂൾ ആളുകൾക്കൊക്കെ വന്ന് കാണാം, കിഡ്സിന് മറ്റേ കുട്ടികൾക്ക് വന്ന് പഠന ഒരു ഇതാക്കാം. നമ്മൾ മലയാള സിനിമയുടെ പറ്റിയിട്ടുള്ള ഒരു ചരിത്രം. പക്ഷെ അങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് ഇതായിട്ട് ആരും ഫണ്ട് ഇറക്കാൻ തയ്യാറല്ല. കുറെ ഒഴിഞ്ഞ സ്ഥലമായാലും മതി. നമുക്ക് പല കാലഘട്ടങ്ങളിലൂടെ പോകുന്ന സിനിമ നമുക്കിപ്പോ കൊളാബറേറ്റ് ചെയ്തിട്ട് സെറ്റ് അവിടെ ഇട്ട് പൊളിക്കേണ്ടെന്നുള്ള ഒരു ടൈപ്പിൽ നമുക്ക് ചെയ്യാം. മനസ്സിലായി? ഇതിപ്പോ ഫൈബറാണ്, പെട്ടെന്നൊന്നും വരാൻ സാധ്യതയില്ല. ഈ സ്റ്റുഡിയോ ആ സങ്കല്പം നമുക്ക് ഫ്ലോർ എന്നൊരു സാധനമല്ലേ ഉള്ളൂ. അവിടെ ഒരു ഫ്ലോർ, ഇവിടെ ഒരു ഫ്ലോർ, ഒരു വലിയൊരു ഏരിയയിൽ ഇങ്ങനെ ഒരു സാധനം വന്നാൽ നന്നായിരിക്കും. ഇപ്പൊ ചെന്നൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹൈദരാബാദ് ഉണ്ട്. അത് കഴിഞ്ഞാല് അവര് ഫ്ലോർ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സ്ഥലമുണ്ട് അവിടെ സ്ട്രീറ്റ് ഇടും. അങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഇല്ല. നമുക്ക് ഫ്ലോറ് ടൈറ്റ് ആണ്. 4 കാരവാൻ കയറിയ പിന്നെ ഫ്ലോർ ഫുള്ളായി. ഈ കലാസംവിധാന ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും സംഭവം ഉണ്ടോ? എന്റെയിലാണെന്ന് പറഞ്ഞാല് എനിക്കത് കുമ്പളങ്ങി നൈസിൽ പായൽ വളർത്തിയതാണ് എൻ്റെ ജീവിതത്തിലെ ഒരു ഇതായിട്ടുള്ളത്. അതൊരു ഒരു ഒരു കളിയാക്കലിൽ നിന്നുണ്ടായ ഒരു കാര്യമാണ്. അപ്പം കുമ്പളങ്ങി നൈസിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഇഷ്ടി കൊണ്ടാണ് ആ വീടുണ്ടാക്കി. അപ്പോൾ അവിടെ ഒരു ഒരു മീറ്റിംഗ് കൂടിയ സമയത്ത് ആർട്ട് ഡയറക്ടർ നമ്മളെ മൊത്തത്തിൽ കളിയാക്കുന്ന പോലൊരു ഒരു ഒരു ഒരാളുടെ ഒരു കമൻറ്റ് വന്നു. കമൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് ഉമിയും പച്ചപ്പൊടിയൊക്കെ വെച്ചിട്ട് പായലുണ്ടാക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതെന്താ സാധാരണ അതിനപ്പുറത്തേക്ക് ഇവിടെ ഒന്നും വളർന്നിട്ടില്ലല്ലോ എന്നൊരു ചോദ്യത്തിൻ്റെ പുറത്താണ് നമ്മൾ ഒറിജിനൽ പായൽ വളർത്താൻ തീരുമാനിക്കുകയും അങ്ങനെ ആ വീട്ടിൽ മൊത്തം ഒറിജിനൽ പായൽ വളർത്തി. അതാണ് എൻ്റെ സീക്രട്ട്. അത് എത്ര ദിവസം കൊണ്ട് അത് 30 ദിവസം ഞാൻ തന്നെ പോയി നനച്ചു. അത് വാശിയായിരുന്നു. അപ്പൊ ഇത് പായൽ വളരില്ല. അപ്പൊ മോസാർട്ട് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ തപ്പിയെടുത്തൊരു വീഡിയോക്കകത്ത് നിന്ന് ഇതും ജെല്ലും എല്ലായിട്ട് അടിച്ച് കൊണ്ട് വീട്ടിൽ എൻ്റെ ഫ്ലാറ്റിൽ ഒരു ബുദ്ധനുണ്ടായിരുന്നു. അപ്പം ബുദ്ധനെ അടിച്ചു വെച്ചിട്ട് ഒരാഴ്ച ട്രൈ ചെയ്ത് നോക്കി. ഡെയിലി നനയ്ക്കും, ഇത് കിളത്തില്ല, പരാജയപ്പെട്ടു. അങ്ങനെ എവിടെയോ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഇതിൻ്റെ അടിയിൽ ചെറിയൊരു മുകുളം കണ്ടു. അങ്ങനെ ഈ വീട് മൊത്തം നമ്മൾ ഈ സാധനം അടിച്ചു വെക്കുന്നത്. അടിച്ചു വെച്ചിട്ട് ഒരാഴ്ചയായി നനച്ചിട്ട് കിളിക്കുന്നില്ല, 2 ആഴ്ചയായി. അങ്ങനെ ദൈവാദിന ഭയങ്കര മഴ പെയ്ത സമയമല്ലേ, മറ്റേ വെള്ളപ്പൊക്കം. ആ മഴ പെയ്തിട്ട് നമ്മൾ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും പായൽ പിടിച്ചു. 2-2.5 ആഴ്ച കൊണ്ട് പായലായി. അതാണ് എൻ്റെ ഒരു സീക്രട്ട്. ഈ ആടുജീവിതത്തിൽ ഇപ്പോൾ അടി കൊണ്ടിട്ട് നജീബൊക്കെ എടുക്കുമ്പോൾ ടാങ്കിൽ നിന്ന് വെള്ളം ഒലിച്ചു വന്നിട്ട് മറ്റേ ആദ്യം മണ്ണും നനയും, പിന്നെ അതിങ്ങ് നനഞ്ഞ് വന്ന് അതൊരു പുഴയായിട്ട് ഇങ്ങനെ ഒഴുകി വരും, മറ്റേ ഒറിജിനൽ പുഴയായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ. അതായിരുന്നു എനിക്ക് ഭയങ്കരമായ ടെൻഷനും ഒക്കെ, ഒരുപാട് റിസ്ക് എടുക്കേണ്ടി. കാരണം ഒന്നാമത് മരുഭൂമിയാണ്, അവിടെ വെള്ളം എത്തിക്കാൻ പറ്റില്ല, അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഈ ആദ്യം ചെറിയ നനവായിട്ട് വരേണ്ടത്, ഭൂമിയിൽ നിന്ന് ഉണങ്ങി കിടക്കുന്ന മരുഭൂമി ചെറിയ നനവായി വരണം. ആ നനവ് പിന്നെ വലുതായി വന്ന് പിന്നെ അതിൽ നിന്ന് ആ മണലിൽ നിന്ന് വെള്ളം ഒഴുകി ഇങ്ങനെ വരണം, പുഴയായിട്ട് വരണം. അപ്പോൾ സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചു. അത് കുറേ വേറെ ടാങ്കറിൽ നിന്ന് കൊണ്ടുവന്ന് പൈപ്പ് കൊണ്ട് 4-5 പൈപ്പ് കൂടെ മണ്ണിലൂടെ കൂടെ ഇട്ടിട്ട് അതിൻ്റെ മീത് സ്പോഞ്ച് വിരിച്ച് അതിൻ്റെ മീത് മണൽ വിരിച്ചിട്ടൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഇതിനൊരു കുഴപ്പമുള്ളത്, ഒരു 2-3 പ്രാവശ്യം 3 മാക്സിമം അത്ര പ്രാവശ്യം അത് ചെയ്യാൻ പറ്റുള്ളൂ. റിഹേഴ്സൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റീടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലൈൻ്റ് ആയി പോകും. അപ്പോൾ ആദ്യത്തെ ടേക്കിൽ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ അത് ആ സമയത്ത് സൗണ്ടിൻ്റെ ആളുള്ള ഭൂമി പിടിക്കുന്ന ആളുള്ള ഷെയ്ഡുമായുള്ള ഇതും എല്ലാം അവിടെ നിന്ന് ആ ഷോട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പോഴേ എനിക്ക് ടെൻഷൻ തുടങ്ങി. ഇനി അടുത്ത് 2 ഉണ്ട്. അപ്പോൾ അടുത്ത് വന്നപ്പോൾ അതും പോലെ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ ക്യാമറയ്ക്ക് എന്തോ ജെർക്കിങ് കിട്ടും, അത് ഉപയോഗിക്കാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ നാവൊക്കെ വരലാൻ തുടങ്ങി, ടെൻഷൻ തുടങ്ങി, എന്ത് ചെയ്യുമെന്ന് അറിയില്ല. പിന്നെ അത് ഇതിന് കുഴപ്പമെന്ന് വെച്ചാൽ ഈ മണൽ, ഈ വെള്ളം ഈ സ്പോഞ്ച് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സ്പോഞ്ചാണ് പിന്നെ തുപ്പണത്. ഈ വെള്ളം അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്പോഞ്ച് പൊട്ടും. ഞാൻ പേടിച്ച പോലെ തന്നെ 3ാമത്തെ ടേക്ക് വന്നിരിക്കും ഇതുവരെ സ്പോഞ്ച് പൊട്ടി വെള്ളമൊക്കെ ഇങ്ങനെ ആകെ കുമ്പളായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി ഭയങ്കരമായിട്ട്. അപ്പോൾ അതുവരെ ഞാൻ ബ്ലിസറിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഷോട്ട് ഇത് പറ്റുള്ളൂ, റീടേക്ക് അധികം പോയ പണിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നോക്കാടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആള് 3ാമത്തെ ഡേക്കിൽ ഈ പൊളവളം വന്നതോടുകൂടി ആളാകെ വയലൻ്റായി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു 1/2 മണിക്കൂർ സമയം എന്താ പറയും.
അങ്ങനെ അത് മൊത്തം പൊളിച്ചെടുത്ത് കിട്ടിയ സമയം കൊണ്ടിട്ടാ ഇത് ലൈറ്റിൻ്റെ പൊസിഷനൊക്കെ ഉണ്ട്. ആ ലൈറ്റ് പൊസിഷനിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നിന്ന് അതെടുത്ത് ഒക്കെ പൊളിച്ചെടുത്ത് സ്പോഞ്ച് കീറിയ സാധനമൊക്കെ വീണ്ടും എടുത്ത് ഒട്ടിച്ച് റെഡിയാക്കി ദൈവത്തെ വിളിച്ചിട്ട് അത് ചെയ്ത് കറക്റ്റായിട്ട് തോന്നുന്നു. അതാണ് എനിക്ക് ഏറ്റവും ടെൻഷൻ ഉണ്ടായില്ല കേസ്. നമ്മൾ പലതും ഇതാക്കണ്ട. എനിക്കങ്ങനെ ഒരു ഓരോ സിനിമയ്ക്കും പലതും നമ്മൾ പല ടെക്നിക്കിലും കൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച സാധനം കിട്ടിയില്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും നമ്മുടെ മൈൻഡിൽ. അതല്ലെങ്കിൽ നമ്മുടെ ഗുഹയിൽ മഴ പെയ്ച്ച് നല്ല ഉഗ്ര സാധനമായിരുന്നു. മഴ, അത് പിന്നെ മഴ വേണമെന്ന് പറഞ്ഞു, പിന്നെ മഴ പെയ്യാതെ മഴ. പക്ഷെ അതിന് ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു വെള്ളം. അത് സാധാരണ അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ പമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റൈലില് ഇവിടെ മഴ ഇങ്ങനെ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾക്കത് സ്പ്രിംഗ്ലർ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒപ്പം തന്നെ മിസ്റ്റും വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ മഴ പെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് കൺട്രോൾ ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു ചെയ്തതിന്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ മഴ ടെസ്റ്റ് അടിച്ചിട്ടില്ല. അത് ആദ്യമായിട്ട് പെയ്യുന്ന അതാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. അതായത് ഡ്രൈ ആയി കിടക്കുന്ന ഗുണാകേവില് മഴ പെയ്യുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇത് ആദ്യമായിട്ട് പെയ്യാണ്, ഞാൻ ഇത് കണ്ടിട്ടൊന്നുമില്ല, നിങ്ങളും മഴ എന്ന് ഓക്കെ എന്ന് പറയുമ്പോൾ ഞാനും മഴ എന്ന് പറയും. പിന്നെ മഴ പെയ്യും. പിന്നെ നമ്മൾ ഇത് തുടയ്ക്കാനോ അല്ലെങ്കിൽ ഇത് പോയി പിന്നെ ഒരു 15 ദിവസത്തേക്ക് പിന്നെ ഫ്ലോർ വെറ്റ് തന്നെ. അപ്പൊ ഇത് അവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെയിൻ എന്ന് നിങ്ങൾ പറയും, ഞാനും റെയിൻ എന്ന് പറയും, ഇവിടെ ഓണാവും സാധനം. പിന്നെ നമ്മുടെ കയ്യിലല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓഫ് ആകുമ്പോഴും ഇത് പെയ്തുണ്ടാവും. അതായത് 100 150 വെച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ മിസ്റ്റും ഉണ്ട്. പറഞ്ഞു അവർ റെയിൻ എന്ന് പറഞ്ഞു, ഓക്കെ ഞാനും റെയിൻ പറഞ്ഞു. സാധനം മഴ പെയ്തു. ഫസ്റ്റ് മഴയാണ് കാണുന്നത്. അതിന്റെ ആ സിനിമയിൽ കാണുന്നത് ആ തുള്ളിയായിട്ട് വീഴുന്ന ഇതൊക്കെ അല്ലേ, അത് നമ്മൾ അതിന്റെ ഇങ്ങനെ ഇത് വെച്ചിട്ടാണ് മറ്റേ നമുക്ക് അതിന്റെ വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് പെയ്യാണ്. അതാ സാധനം. ഫ്ലക്സ് വെച്ചിട്ട് സെക്രട്ടേറിയറ്റിന്റെ ഫ്ലക്സ് അത് അല്ലാതെ നമ്മുടെ മുന്നിൽ എന്ത് വേറെ എന്താ ഫ്ലക്സ് വെക്കാൻ കാരണം സെക്രട്ടറി അല്ല, അത് നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പാടില്ല. അതായത് ഒരു സെക്രട്ടറിന്റെ മുന്നിൽ നമുക്ക് സമരം നടത്താനും വെള്ളം ഇല്ലെങ്കിൽ അതൊക്കെ പറ്റുള്ളൂ. നമുക്ക് ഇങ്ങനെ ഒരു ഷൂട്ടിന് വേണ്ടി കൊടുക്കാറില്ല. അപ്പോൾ ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ കാണുന്ന ഒരു സ്ഥലം മാത്രമാണ് സെക്രട്ടേറിയറ്റ്. നമ്മൾ അങ്ങനെ വീണ് കിടന്ന് ഉരുളൊക്കെ അല്ലേ. അപ്പൊ ഇങ്ങനെ ലോ ആംഗിളിലൊക്കെ വെക്കുമ്പോൾ അപ്പൊ ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ആവശ്യം എന്ന് പറഞ്ഞു. നമ്മൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പോയിട്ട് ഈ ഇതേപോലത്തെ ഗ്രില്ലുള്ള സാധനമൊക്കെ ഉണ്ടാക്കി, അതൊക്കെ ഉണ്ടാക്കി ചെടികളൊക്കെ വെച്ച്. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ ഒരു 10-80 അടി ബാക്കിലാണ് ശരിക്കും സെക്രട്ടേറിയറ്റ് കാണുള്ളൂ. അപ്പൊ അതിന് വലിയൊരു ഹോർഡിങ്സ് അടിച്ചു. ഇവിടുന്ന് വലിയ സ്റ്റില്ലൊക്കെ നല്ല റെസൊല്യൂഷനിലൊക്കെ എടുത്ത്. പക്ഷെ അത് ഹോർഡിങ്സ് അടിച്ച് ഫിറ്റ് ചെയ്തു. മഴ പെയ്തു. 2 ദിവസം കനത്ത മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയ 150 അടി 170 അടി അങ്ങോട്ട് നീളം ഉണ്ടായിരുന്നു. പിന്നെ ഹൈറ്റ് ഒരു 40 ഇതുണ്ടായിരുന്നു. ടെമ്പററി ഹോർഡിങ് ആയിരുന്നത്. പക്ഷെ ഈ അതിന്റെ ഒരു പകുതിയൊക്കെ ഇങ്ങനെയായി നിൽക്കലും ഇതായിട്ട് ഈ നമ്മൾ ഷൂട്ട് ചെയ്യണ ദിവസം ഇതിന്റെ ഇടയിലൊക്കെ നല്ല കാറ്റ് പിടിക്കുമ്പോൾ ചെറുതായിട്ട് സെക്രട്ടേറിയറ്റ് ഒക്കെ ഇനി സിനിമ കാണുമ്പോ നോക്കിയാൽ മതി. ഈ ഗ്രാഫിക്സ് ശരിക്കും സിനിമയ്ക്ക് നമുക്ക് മാക്സിമം ഗ്രാഫിക്സ് ഇല്ലാതെ കൊടുക്കാനാണ് ഞങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാലോ അതിന്റെ ഇലകളുടെ കൂടെ അത് വരയ്ക്കാൻ പുതിയ ഒരു ലെയർ വെക്കണം. അവർ പറഞ്ഞു അത് നമുക്ക് CG നമുക്ക് ചെയ്യാന്നൊക്കെ പറയും. പക്ഷെ അതല്ലാതെ അതിനാണ് നമ്മൾ ഈ ഗുണകേവൊക്കെ ഇത്ര ഹൈറ്റ് ഉണ്ടാക്കിയത്. ഇത്രയും ഹൈറ്റിൽ വെച്ചാൽ നമുക്ക് ഒരുവിധം ആംഗിളിലൊന്നും അത് വരില്ല. പിന്നെ അതുള്ളതിന് നമുക്ക് VFX വേണം. അപ്പൊ ആ റിയാലിറ്റി കൊടുക്കേണ്ടത് ഒരു ആർട്ട് ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഒക്കെ തന്നെയാണ്. എനിക്ക് പല പടത്തിലും ടാസ്കുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും പുറത്ത് പറയാം. നിറം എന്ന് പറഞ്ഞ സെറ്റിൽ ആദ്യം ഫസ്റ്റ് ഒരു സോങ് ഉണ്ട്, മഴ സോങ് ആണ്, മിന്നിത്തിനും. അപ്പോൾ മലയാളത്തിൽ ഇവിടുന്ന് ചെന്നൈ പോയി ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഭയങ്കര പൈസ ഉള്ള പരിപാടി. പ്രസാദിൽ വലിയ സ്ട്രീറ്റ് സെറ്റ് ഇട്ടിട്ടുണ്ട്, ഫ്ലോറിൻ്റെ അകത്താണ് ഇട്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു റെയിൻ ഉണ്ട്, റെയിൻ എങ്ങനെ വരും? ഞാൻ പറഞ്ഞു നമ്മൾ പൈപ്പിൽ ചെയ്യാം. അപ്പം ഈ പൈപ്പിൽ ചെയ്തിട്ട് എനിക്ക് പരിചയമില്ല, ഞാൻ ആദ്യമായിട്ട് ചെയ്യാണ്. അപ്പം അവിടുത്തെ മെഡ്രാസിൽ മഴക്കാർ വന്ന് എല്ലാം സെറ്റ് ചെയ്ത് പകുതി. ഞാൻ പറഞ്ഞു 3 പാർട്ടാക്കാം. ഒരു പാർട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാൻ ക്യാമറയൊക്കെ വെച്ച് നിൽക്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അടുത്ത പാർട്ട് അങ്ങനെ 3 പാർട്ട് ഷൂട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പൈപ്പ് അങ്ങ് പൊട്ടി, മൊത്തം ക്യാമറ എല്ലാം കൂടി വെള്ളത്തിലായി. അത് അപ്പം നമ്മളെ കുറ്റക്കാര് ശരിക്കും പറഞ്ഞു നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. നമ്മള് ചെയ്യേണ്ടത് അവരാണ്. ഇത് പോയി എനിക്ക് എന്തായാലും മുകളിൽ പോയി പൈറ്റൊന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റും.
അങ്ങനെ നമുക്ക് അന്ന് ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സ് മടുത്ത ഒരു ദിവസം. അന്ന് ഞാൻ ശരിക്കും പറഞ്ഞ സിനിമ വിടണം എന്ന് വെച്ച് വിചാരിച്ച, കാരണം കമൽ സാറിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ആരെയും വർക്ക് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ തോന്നാറുണ്ടല്ലേ ശരിക്കും? സിനിമ ഇവിടെ പല ഘട്ടത്തിലും ഇത് മതിയാക്കിയപ്പോ പക്ഷെ വേറെ ജീവിതം അറിയല്ലേ, ഞങ്ങൾക്ക് ഇതേ അറിയുള്ളൂ. നമ്മൾ ആൾക്കാരെ ഇങ്ങനെ പറ്റിച്ച് നടക്കാന്നല്ല. നമ്മള് ചില രാത്രികളിലൊക്കെ നമുക്ക് അന്നില്ലാത്ത പ്രശ്നങ്ങളുണ്ടാവില്ല. അതായത് മഴ പെയ്യും, നാളത്തെ ഷൂട്ട്, ഇതൊന്നും നമുക്ക് നാളെ അവിടെ സെറ്റ് കൊടുക്കണം. നമ്മുടെ മുന്നിലുള്ള ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ആളുകൾ പോകണ്ടാവും, പക്ഷെ എല്ലാവരും മാറിയിട്ട് ഉറങ്ങണ്ടാവും. പക്ഷെ നമ്മളൊരു സാധനം ചെയ്യാന്ന് വിചാരിച്ചാൽ അത് ചെയ്യാൻ വേണ്ടി അവിടെ മരിക്കും. അതിൽ എന്താ അതില് രാവിലെ വന്നിട്ട് ഈ ക്യാമറ വെക്കുന്നിടം വരെ നമ്മളുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ട്. അത് അത് കഴിഞ്ഞിട്ട് അത് എല്ലാരും വന്ന് കണ്ടിട്ടുണ്ട് ഓക്കെ പറയുമ്പോ സന്തോഷം മലയാളത്തിന്റെ വേറെ കുഴപ്പം തരുമോ? ഇപ്പൊ ഒരു വലിയ ആർട്ടിസ്റ്റ് ഏത് ആർട്ടിസ്റ്റ് എവിടെയോ പോകുന്നവനായിരിക്കും, അവനെ വിളിച്ചിട്ട് ഒരു 4 ദിവസം ഡേറ്റ് വാങ്ങിച്ചിട്ടുണ്ടാവും. ഈ 4 ദിവസത്തിൽ ഇത് തീരുമെന്നുള്ള നമ്മളോട് ചോദിക്കില്ല. ഒരു സെറ്റ് തീരണമെങ്കിൽ നമ്മളിപ്പോ ഇത്ര സമയം വേണം, നാളെ മറ്റാളുടെ ഡേറ്റ് കേട്ടോ ചെയ്തോളണം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളവിടെ കിടന്ന് പെടുക എന്നുള്ളതാണ് മലയാളത്തിലെ പക്ഷെ ഇപ്പൊക്കെ വളരെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ആദ്യം നമുക്കൊരു ഡേറ്റ് തരുമായിരുന്നു. ഈ ഡേറ്റിന് അതിൽ ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പൊ ശരിക്കും നമ്മളെ സംബന്ധിച്ച് അത് നമുക്ക് എന്ന് കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്ന് നമുക്ക് തീർത്ത് കൊടുക്കാൻ പറ്റും. ഏതൊക്കെ അപ്പൊ നമ്മളൊരു പ്ലാനിങ്ങിന്റെ ഭാഗം ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഏതൊക്കെയാണ് നമ്മൾ ആദ്യം തരിക, നിങ്ങൾക്ക് എത്ര ദിവസം അവിടെ ഷൂട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഷൂട്ടിംഗ് ഡേറ്റ് കൂടുതലുള്ള സെറ്റുകൾ ഞങ്ങൾ ആദ്യം തരും. ചില സിനിമകളിലൊക്കെ, വലിയ സിനിമകളിൽ കണ്ടിന്യൂസ് സെറ്റ് വർക്ക് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ എല്ലാ സ്ഥലത്തും എത്തേണ്ടി വരും, ഇത്രയും ആളുകളെ മാനേജ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ അങ്ങനെ എനിക്ക് അത് തോന്നിയിട്ടില്ല. ഇപ്പം കുറച്ച് പുതിയ സംവിധായകരും, പുതിയ ആൾക്കാരും, പുതിയ പ്രൊഡ്യൂസേഴ്സും ഒരു ചിന്തയുള്ളവരും വരുമ്പോൾ ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്കറിയാം. ഈ പ്രൊഡക്ഷൻ ഡിസൈൻ അല്ലെങ്കിൽ ആർട്ട് ഡയറക്ഷൻ, ഈ പ്രതലം കിട്ടിയാലേ അവർക്ക് നല്ല ഫിലിം മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവര് നേരത്തെ തന്നെ അതിന് ടൈം കണ്ടെത്തി, അതിന് പറ്റിയ ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ, ആർട്ട് ഡയറക്ടറെ കണ്ടെത്തി അവരുടെ കഴിവ് കൃത്യമായി മേടിച്ചു വെച്ചിട്ട് പടം തുടങ്ങുന്ന ഒരുപാട് സംവിധായകരുണ്ട്. അതിപ്പോ മനസ്സിലായി പടം ചെയ്ത ഞാൻ ചെയ്ത പ്രമേയത്തിൽ അങ്ങനെയാണ്. രാഹുൽ എനിക്ക് ഒരുപാട് ടൈം തന്ന് എന്നെ കൊണ്ട് തന്നെ എന്റെ കഴിവ് പുള്ളി നൈസായിട്ട് കുറ്റിയെടുത്ത് ചെയ്തൊരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രമേയം കൃത്യമായിട്ട് പുള്ളി നമ്മളെ എല്ലാ ഡയറക്ടേഴ്സിനും ഒരു അതായത് നമ്മുടെ ഈ ടീമിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട്. അതായത് അല്ലാതെ അതിന്റെ പുറത്തേക്ക് പോവില്ല. ഇപ്പോ എന്നെ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ജ്യോതിഷ് ആ സിനിമയ്ക്ക് ജ്യോതിഷായിരിക്കും. ഞാൻ എന്നോട് വന്ന് ചില കഥകൾ പറയുമ്പോ ഇതിന് പറ്റുന്ന ആൾ ഇന്ന ആളാന്ന് പറയും, അങ്ങനെ പറയും. അത് നമ്മൾ സത്യത്തിൽ ഇത് പറയാൻ പാടില്ല. അതായത് നമ്മളെ കാണുന്ന മാതിരിയല്ല വേറെ ആരുടെ ചിലപ്പോൾ തെറി വിളിച്ച് പോകാൻ സാധ്യതയുണ്ട് ഉള്ള ഒരു മേഖലയാണ്. നമ്മൾ ഒരിക്കലും സജസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അതാണ് ഇതിന്റെ ഇത്. അതായത് നമ്മൾ വളരെ സോഫ്റ്റ് ആണെന്ന് വിചാരിച്ചാൽ മറ്റാൾ ചിലപ്പോ ഹൈപ്പർ മാനായിരിക്കും. അതായത് നിങ്ങള് ഈ സിനിമ നിങ്ങൾ ഇത് വെച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഡയറക്ടർ എടുക്കേണ്ടി വരും. അപ്പൊ നമ്മള് ഇതെല്ലാം നോക്കാറുണ്ട് ഇപ്പൊ. അത് ഈ വർഷം ഇറങ്ങിയ സിനിമകളിലെ അതിന്റെ പ്രീ വർക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രാരംഭ ചർച്ച എന്താണെന്നാണ് എനിക്കറിയേണ്ടത്. ഫസ്റ്റ് ആടിവീതനെ സംബന്ധിച്ച് അത് ഒന്നത് വിദേശത്തെ ആയതുകൊണ്ട് അവിടേക്ക് വേണ്ട ഈ പ്രോപ്പർട്ടി, അതൊക്കെ വേണ്ട സാധനങ്ങൾ അത് കളക്ട് ചെയ്യുക എന്ന് പറയുന്നതായിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് എനിക്കുണ്ടായത്. കാരണം ഇവിടെ നമ്മൾ അവിടെ ഒരു ലോക്കൽ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ അവരായിട്ട് എപ്പോഴും ഇങ്ങനെ ഗൂഗിൾ മീറ്റ് ചെയ്തായിരുന്നു. നമുക്ക് ഓരോ റെഫറൻസ് കൊടുക്കും. അപ്പോൾ അവർക്ക് അവർ ഉണ്ടാക്കിയത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. പക്ഷേ ഇത് അപ്പോഴും നമുക്ക് തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് പേടിയുണ്ടായിരുന്നു ഇതെല്ലാം അവിടെ എത്തി വെച്ചിട്ടുണ്ടായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയായിരുന്നു പേടിച്ചത്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവർ ഒരു സാധനവും വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇവിടെ ഈ ജ്യൂസ് സ്ട്രീറ്റിൽ ഇവിടെ മറ്റേ പെന്തമാനയുടെ അടുത്ത സ്ട്രീറ്റ് അല്ലേ, അതേപോലത്തെ സ്ട്രീറ്റിൽ നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുന്ന പോലെ അവിടെ ആ ജോർദാനിൽ മൊത്തം ഇറങ്ങി നടന്നിട്ടാണ് നമ്മൾ പല സ്ഥാനങ്ങളും. അതായിരുന്നു എനിക്ക് ഫസ്റ്റ് ആ പടത്തിലേക്ക് ആദ്യമായിട്ട് ഉണ്ടായിരുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടുത്തെ നമുക്ക് ലോക്കൽ പ്രൊഡക്ഷൻ ആൾക്കാർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കുഴപ്പമില്ല. ബാക്കിയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറബി മാത്രം സംസാരിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ടെൻഷനുകൾ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. പിന്നെ നന്നായി പ്ലാനിങ് ഉണ്ടായിരുന്നു. ബസ്സിയേട്ടൻ എല്ലാ സീനും ഒരു സീനിൻ്റെ ഒരു 4 വരി വായിച്ചിട്ട് പിന്നെ അന്നത്തെ ദിവസം മൊത്തം ഫുൾ പ്ലാനിങ് ആണ്. അതിന് വേണ്ട സാധനങ്ങൾ വരച്ച് ഉള്ളി കുറേ ഡമ്മി ആടുകളും കുറേ മരുഭൂമിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് ഓരോ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ കറക്റ്റ് പ്ലാൻ ചെയ്യും. ഒരു 5 മാസം ഇത് തന്നെയായിരുന്നു.
അത് ആ പടത്തിന് അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്കെല്ലാം അതുപോലെ തന്നെ ഭയങ്കര എല്ലാം നമുക്ക് കാണാപ്പാടായിരുന്നു അതിൻ്റെ പല കാര്യങ്ങളും. പ്രമേയത്തിന്റെ കഥ രാഹുൽ പറയുമ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഈ പുരാണ സിനിമകൾ ആദ്യമായിട്ട് ചെയ്യുക, പഴയ കാലഘട്ടം ഞാൻ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പേടി ഒന്നാമതുണ്ടായിരുന്നു. രണ്ടാമതെന്ന് പറഞ്ഞാൽ പിന്നെ കഥ കേട്ടപ്പോൾ തന്നെ ഒരു 1.5 മണിക്കൂറോളം എടുത്തു രാവിലെ കഥ പറയാം. കഥ പറഞ്ഞ് നമുക്ക് കഥ ഇഷ്ടപ്പെട്ടു. പിന്നെ അത് എങ്ങനെ ആ പഴയ കാലഘട്ടം ഉണ്ടാക്കും എന്നുള്ള ഒരു പഠനമായിരുന്നു. അങ്ങനൊരു 3-4 മാസം ഫ്ലാറ്റിലിരുന്ന് ഞാനൊരു പ്രൊഡക്ഷൻ ഡിസൈൻ ഉണ്ടാക്കി, ഒരു ബുക്ക് ഉണ്ടാക്കി. അങ്ങനെ അത് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുമായിരുന്നു. പിന്നെ വരികാശ്ശേരി മനയായിരുന്നല്ലോ, ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഉൾവശം കാണുന്ന വരികാശ്ശേരി മനയുടെ അടുത്ത് ബാക്കിയെല്ലാം സെറ്റായിരുന്നു. എസ്റ്റീറിൽ ഒളപ്പംവണ്ണ മനയായിരുന്നു. അപ്പോൾ ഈ ഒളപ്പംവണ്ണ മനയുടെ മുമ്പ് ഒരുപാട് സിനിമ കണ്ടതാണല്ലോ ആൾക്കാർ. അപ്പോൾ അതൊന്ന് മാറണം എന്നുള്ള ചിന്ത വന്ന് അങ്ങനെയാണ് പുല്ലെന്നൊരു കൺസെപ്റ്റിൽ വന്നത്. അപ്പോൾ ബാക്കി എന്ത് വെച്ചിട്ട് അത് മാറുന്നില്ല. അങ്ങനെ പുല്ല് വെച്ച് അത് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് പുല്ല് വളർത്തി ഒരു 10-15-20,000 ഗ്രോ ബാഗിനകത്ത് പുല്ല് കളക്ട് ചെയ്ത് ഭാരതപ്പുഴയിൽ നടക്കൂട്ടൊക്കെ വെച്ച് അങ്ങനെ വെച്ചിട്ടാണ് അത് സെറ്റ് ചെയ്തത്. ആ എസ്റ്റീറിൻ്റെ ഇന്റീരിയർ വരികാശ്ശേരി മനയാണ്. പക്ഷെ വരികാശ്ശേരി മനയുടെ ഇന്റീരിയറിൽ ഒരുപാട് കണ്ടിട്ടുള്ളതുകൊണ്ട്, അടുക്കളയൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതുകൊണ്ട്, നടുമുറ്റം കണ്ടിട്ടുള്ളത്, എങ്ങനെ അതിനെ ഒന്ന് മാറ്റിയെടുക്കുമെന്നൊക്കെ ഉള്ള ചിന്ത, അതൊക്കെ ദൈവാനുഗ്രഹിച്ച് എവിടേക്ക് ഒത്ത് അങ്ങനെ നല്ല പണിയെടുത്ത് എന്തായാലും പ്രമേഹത്തിന്. അടുത്ത ഉള്ളൊഴുക്ക് വെള്ളം ഓരോ ദിവസം കയറി എത്ര ലിറ്റർ വെള്ളം നിറച്ച്? ലിറ്റർ ഇത് പണ്ട് മമ്മൂക്ക എന്നോട് ചോദിച്ചപ്പോഴേ, മമ്മൂക്കയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ആ സീൻ പാലക്കാട് ചെയ്യാം. VKPയുടെ ഒരു പടമായിരുന്നു. അപ്പോൾ എന്താണ് അവിടെ ചെയ്യാൻ കാരണം? ഞാൻ പറഞ്ഞു അവിടെ കുറേ വെള്ളം, നിനക്ക് എത്ര ലിറ്റർ വേണം. പുള്ളി ഒരു പുഴ വേണ്ടത്, വലിയൊരു പുഴ. അപ്പോൾ അതുപോലെ അങ്ങനെ ചോദിച്ച പോലെയാണ് ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചത്. അതിൽ ഉള്ളൊഴുക്കിൻ്റെ ഒരു ടാസ്ക് എന്ന് വെച്ചാൽ വെള്ളം, തീ, ഇത് രണ്ടും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എങ്ങോട്ട് പോകും, അത് അതിൻ്റെ വഴിക്കേ പോവുള്ളൂ. അപ്പോൾ നമ്മൾ വീട് ഓൾറെഡി ഉള്ള വീടാണ്, കുറച്ച് ചെറിയ എക്സ്റ്റൻഷൻ ചെയ്തു. ഈ വീട്ടിൽ വെള്ളം കയറണമെങ്കിൽ ഇതിൻ്റെ ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, മറ്റേ ഈ വീട് മുകളിലും ഗ്രൗണ്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ എത്ര വെള്ളം കയറ്റുന്നോ അതിനനുസരിച്ചിട്ടാണ് ഈ വീട്ടിൽ വെള്ളം കയറുള്ളൂ. ആദ്യം പോയി ഞാൻ അതാണ് നോക്കിയത്, ഗ്രൗണ്ടിൻ്റെ ലെവൽ എന്താണ്. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ കുഴിയാണ്, ഇവിടെ വീട് മുകളിലും. എന്നിട്ട് വീട്ടിന് ഒരടി നമ്മൾ മണ്ണെടുത്ത് മാന്തി. എന്നിട്ടും ഇതിൽ വെള്ളം കയറണമെങ്കിൽ ഇതിന് ചുറ്റും ഒരു ബൗണ്ടറി അടിച്ച്. ബൗണ്ടറി എന്ന് വെച്ചാൽ വലിയ പൈസ ഇല്ലാത്തതുകൊണ്ട് സിമെൻറ്റിലൊന്നും കെട്ടിയിട്ടില്ല, വെറുതെ കീറിയിട്ട് സിമെൻറ്റ് ഷീറ്റ് അടിച്ചിട്ട് ബാക്കിൽ കുറേ മുളകൾ അടിച്ച് ഇറക്കി ഒരു 2.5 ഏക്കർ മൊത്തം അങ്ങനെ ചെയ്ത്. ഇത് എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് പുതിയ വീടാണ്, അയാൾ പണി ചെയ്തിട്ട് 1 ആഴ്ച പോലും ആയിട്ടില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ ആ വീട്ടിലേക്ക് വെള്ളം കയറും. ഇപ്പുറത്ത് ഒരാൾ വാഴക്കൃഷി വെച്ചിട്ട് എല്ലാം കുലച്ച് നിൽക്കുന്ന സമയം, ബാക്കിൽ പാടം. ആ പാടത്ത്, അത് പുള്ളിയായ നാട്ടുകാരനാണ്, എന്റെ നാട്ടാണ്, എന്റെ വീട്ടിൽ 4 കിലോമീറ്റർ ഉള്ളു. ഇത് 3 സ്ഥലം സേഫായി. പെട്ടെന്ന് ചിരിച്ച് അവസ്ഥ ഞാൻ വീട്ടിലെങ്ങാനും വെള്ളം കയറിയ കൊന്നേനെ നിങ്ങളെ, ഉറപ്പല്ലേ. എന്നിട്ട് ബാക്കിലാണെച്ചാൽ പാടം കൊയ്യാൻ വേണ്ടിയിട്ടുള്ള പാടമാണ്. ഈ 3 സ്ഥലം രാവിലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ 5:30 മണിക്ക് ലൊക്കേഷൻ വരെ എവിടെയും പൊട്ടിയിട്ടുണ്ടോ, കാരണം പൊട്ടിയിട്ടുണ്ടെങ്കിൽമാരെ വരണ്ടിട്ടുണ്ടല്ലോ, അതുവഴിക്ക് പോവുക. അത് അങ്ങനെ ഒരു ടെൻഷൻ എടുത്ത പടമായിരുന്നു. പക്ഷേ ഈസി ആയിരുന്നു പടം, വലിയ അങ്ങനെ കഷ്ടപ്പാടൊന്നുമില്ല. ഓൺലി തിങ് രാവിലെ എണീറ്റ് വെള്ളമുണ്ടോ, പൊട്ടിയിട്ടുണ്ടോ, ഇതാണ്. ഇതേപോലെ ഞാൻ ചെയ്ത വേറൊരു പടം മുല്ലവല്ലിയും തെന്മാവും. ആ സെറ്റ് വന്നിട്ട് ബീച്ചിലാണ് ഇട്ടുള്ളത്. ആ ബീച്ചിലെന്ന് വെച്ചാൽ ഈ സെറ്റിൻ്റെ ഉള്ളിൽ വെള്ളം വന്നിട്ട് ഇങ്ങനെ പോകും, തിര അടിച്ച് ഉള്ളിൽ വരും. ഈ സ്റ്റാച്ചു പണിതെടുത്തും തിര അടിച്ചിട്ട് ഒരു 5 അടി പൊക്കത്തിൽ തിര അടിക്കും. എൻ്റെ പണി രാവിലെ വന്ന് നോക്കുക സെറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അതുപോലെ ഒരു ടാസ്ക് ആയിരുന്നു ഈ പടത്തിനും. ഗഗനചാരി എൻറ്റളി വേറൊരു ജോണറാണ്. അതിൽ ടെൻഷനൊന്നുമില്ല. അതിൻ്റെ ടെൻഷൻ വെച്ചാൽ ഇന്ന് നമ്മൾ ആദ്യം സംസാരിച്ച പോലെ മീഡിയ വന്നിട്ട് ഭയങ്കര വൈഡാണ്. ഇന്ന് നമ്മൾ വി ആർ ടെലിങ് ഓൺ 2040. ആക്ച്വൽ വി ഡോണ്ട് നോ വാട്ട് ഈസ് 2040. ചിലപ്പോൾ ഇതേപോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിനേക്കാളും അഡ്വാൻസ് ആയിരിക്കാം. ഈ അഡ്വാൻസ് എന്ന് പറയുന്ന സാധനം കാണിക്കുന്നത് പെർഫെക്റ്റ് അല്ലെങ്കിൽ എടുത്തു കൊടുത്താലും നമ്മളെ ആൾക്കാർ. അതാണ്. ഇപ്പോൾ നമ്മൾ ഒരു തെലുങ്ക് പടം കാണുകയാണെങ്കിൽ, ഒരു അടിപ്പടം കാണുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഹാപ്പിയാണ്. മലയാളി പ്രേക്ഷകർ എല്ലാവരും ഹാപ്പി ആയിരിക്കും. അതേ പടം നിങ്ങൾ മലയാളത്തിൽ ഷൂട്ട് ചെയ്ത് നോക്ക്,
ഇവന് വേറെ പണിയില്ല, ഇവന് പണി അറിയില്ല എന്ന് പറയും. അത് അവരെ കുറ്റമല്ല, അവർ വിചാരിക്കും മലയാളീസ് അങ്ങനെ ചെയ്യേണ്ടെന്നുള്ളതാണ്. അതുപോലെയാണ് എനിക്ക് ആ പടം കഥ കേട്ടപ്പോൾ തന്നെ ടെൻഷൻ അടിച്ചത്, ഇത് എന്ത് ചെയ്യും. ആൻഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത ബഡ്ജറ്റാണത്. അപ്പോൾ എന്ത് ചെയ്യും എന്നാണ് രാവിലെ വെച്ചാൽ ഒരു വരുമ്പോൾ തന്നെ ഇന്ന സീനാണ്, ഈ സീനിന് എന്ത് സാധനങ്ങൾ വേണം, അത് വലിയ ടാസ്ക്കാണത്. അങ്ങനത്തെ പടം ചെയ്യുമ്പോൾ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ല രീതിയിൽ പടം ചെയ്യാമായിരുന്നു. പക്ഷേ പടം ഈ പൈസയ്ക്ക് ഈ മലയാളത്തിൽ ഇങ്ങനെ ഇത്രയും നല്ല ഒരു പടം ചെയ്യാൻ പറ്റി എന്നുള്ള വളരെ സന്തോഷമുണ്ട് അതിൽ. ആ മറ്റേ ബെഡ് കിടക്കുന്ന ഗണേശന്റെ ബെഡ് എല്ലാം ചെയ്തത് തന്നെ. ഈ ആർഡർമാർ പൈസ 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 എന്ന് പറയുന്നത് പൈസയുടെ പ്രശ്നം കൊണ്ടല്ല, ഇതില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നത്. അല്ലാതെ പൈസ 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 എപ്പോഴും അദ്ദേഹം പറയും പൈസ, ഇദ്ദേഹം പറയും പൈസ, ഞാൻ പറയും പൈസ. ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ ഫണ്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പറയുന്ന, അല്ലാതെ ഒരു പ്രൊഡ്യൂസറോ ഒരു ഡയറക്ടറോ മോശമാണെന്നല്ല പറഞ്ഞത്. അല്ല ഫസ്റ്റ് എന്തായിരുന്നു ആദ്യത്തെ ആ വർക്ക് എന്തായിരുന്നു? അല്ല, നമ്മൾ അതിന് ടൈമിങ് കിട്ടിയില്ല ശരിക്കും. നമുക്കതിന് കൂടുതൽ സമയമല്ല. നമുക്കിത് എന്താണ് സംഭവം, ഈ എന്നെ അതിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ഷോണാണ് എന്നെ വിളിക്കുന്നത്. അവർ ആദ്യം ജാനവനും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സമയം കിട്ടിയില്ല പള്ളിപ്പടത്തിനും പോകാനൊക്കെ. ഞാൻ പിന്നെ ഫുൾ ടൈം നിൽക്കുന്ന കാരണം ഒരു സിനിമ കഴിഞ്ഞ് മറ്റേതിലേക്ക് പോകുന്ന ഒരു ഇതുള്ള കാരണം എനിക്കത് പറ്റിയില്ല. പക്ഷെ ഇതിന് പിന്നെ പറഞ്ഞു ഒരു ഗുഹയിൽ പെടുന്നതാണ്, കുഴിയിൽ വീഴുന്നതൊക്കെ പറഞ്ഞാൽ നമ്മൾ ഏതാ ഗുഹ അതൊന്നും നമുക്കറിയില്ല. പിന്നെയാണ് മനസ്സിലാവുന്നത് ഗുണ കേവിലാണ് വീഴുന്നത്. അപ്പോൾ ഗുണ നമ്മൾ സിനിമ കണ്ടാണല്ലോ, അതിൽ കുഴിയുണ്ട്, അങ്ങനെയുള്ള കഥകൾ ഇതായി. പിന്നെ നമ്മൾ ഇവിടുന്ന് പോയി കൊടൈക്കനാൽ പോയി ഇതിനെപ്പറ്റി മൊത്തം പഠനം നടത്തി കുഴി എന്താണ് ഇതായി. ഇതിപ്പോൾ നമ്മുടെ ആ കുഴിയുടെ സാധനം നമ്മുടെ മൈൻഡിലുള്ള ഒരു സാധനമാണ്. കുഴിയുടെ ഉള്ളിലേക്കുള്ള ഇന്നർ ഇതില്ലേ, അത് കംപ്ലീറ്റ് അപ്പുറത്ത് വേറെ ചെറിയ വിടവുകളും ഇതൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മുടെ ഒപ്പമുള്ള പെയിൻറ്റേഴ്സിനെയും മറ്റേ കാർപ്പൻറ്ററി ആയാലും വെൽഡേഴ്സും ഇവരിനൊക്കെ കൊണ്ടുപോയിട്ട് ഞാൻ ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് അത്ഭുതമായിട്ടാണ്. ഇതാണ് നമുക്ക് വേണ്ടത്, ഈ ടോണാണ് നമുക്ക് ഇവിടെ പിടിക്കേണ്ടത് എന്ന്. അങ്ങനെ കാണിക്കാൻ പറ്റിയത് അവർക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റി ഇതാണെന്ന്. പിന്നെ നമ്മുടെ ഇവിടെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വലുതാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വടംവലി വേണം, ലൈറ്റ് ഫിക്സ് ചെയ്യണം, അങ്ങനെയുള്ളതിൽ ഇപ്പോൾ നമ്മൾ അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു അത്യാവശ്യം വലിയൊരു സൈസായിരുന്നു അത്. ഇപ്പോൾ ഷൂട്ടിന് വേണ്ടിയിട്ട് കുറേയൊക്കെ ആ ഒരു നാച്ചുറൽ ടോണിൽ ലൈറ്റപ്പ് ചെയ്തപ്പോൾ വളരെ ഡീപ്പായിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കുറച്ചൊക്കെ ഇതായിട്ടുണ്ടാവും. പക്ഷേ ഹ്യൂജ് സൈസായിരുന്നു അത്. അത് ആ സിനിമയിൽ കാണുന്നതായിട്ട് നമ്മൾ നേരിൽ കാണുമ്പോഴാണ് ശരിക്കും ഇതുണ്ടാകുക. പിന്നെ അതിന് സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക്. എനിക്ക് 2 മാസം സെറ്റ് വർക്കിന് വേണം, നമുക്ക് ഏകദേശം ഇത്ര ഫണ്ട് വരാൻ സാധ്യതയുണ്ട് ഈ സാധനത്തിന്. ഇത് രണ്ടും ഇതിന് കറക്റ്റായ കാരണമാണ് അങ്ങനെ ഒരു സംഭവം നമുക്ക് ചെയ്യാൻ പറ്റിയത്. നമ്മുടെ ഒരു ടീമിനായിട്ട് 2 മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റത്തെ ദിവസം തന്നെ ഷൂട്ട് ആരംഭിക്കുകയാണ്. ഫുൾ ഓണിലാണ്. അതിൽ ഞാൻ എല്ലാ ദിവസവും 6 മണി വരെ നമ്മൾ ആ വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് ഒരു വിജയമായിട്ടാണ്. അതായത് നമ്മൾ നൈറ്റ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആ ഷൂട്ടിൻ്റെ തലേ ദിവസം വരെ നമ്മൾ 6 മണിക്ക് എല്ലാവരും പോയിട്ട് പിറ്റുന്ന കാലത്ത് നമ്മൾ എല്ലാ ആളുകളുടെ ഒപ്പം മാറി വന്നു. പിന്നെ അവിടുന്ന് നോൺ സ്റ്റോപ്പ് ഷൂട്ടാണ്. A to Z സാധനങ്ങളും, മഴ ആയാലോ മിസ്റ്റ് ആയാലോ കരിയില ചെടികൾ എല്ലാ സാധനവും സെറ്റായിരുന്നു. അപ്പോൾ നമുക്ക് അത്രയൊരു ടൈം പീരീഡ് നമുക്കൊരു സിനിമയ്ക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ വേണമെങ്കിലും ഒരു സിനിമേനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ നമ്മുടെ ഈ വർക്ക് കാരണം ഈ ഗുഹയിൽ എല്ലാ ആളുകളും എത്തിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആളുകൾ ഇവിടെ തട്ടിമറിഞ്ഞ് വീണു ഇതൊക്കെ പറ്റി കഴിഞ്ഞാൽ നല്ല പരിക്ക് പറ്റും. ഇത് ഒറിജിനൽ സ്റ്റോൺ ഉണ്ട്, ഫൈബർ ഉണ്ട്, ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾ എല്ലാ ആൾക്കാരും വളരെ ശ്രദ്ധയോടെ പുക വലിച്ചിട്ട് അവിടെ നിൽക്കുക ഇവിടെ നിൽക്കുക, ഇതൊക്കെ ഡേഞ്ചർ സാധനമാണ്, കത്തിപ്പോയതിൽ എല്ലാവരും കിടക്കും. എല്ലാവിധ വിശദ വിവരങ്ങളും നമ്മളവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആളുകൾ ഫോട്ടോ എടുക്കുന്നത് ഇതാക്കി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളത് ഒരു സമ്പൂർണ്ണ ഒരു സിനിമ ഇതിൻ്റെ പ്രൊഫഷണൽ രീതിയിൽ തന്നെ നമ്മൾ ആ സിനിമ കണ്ടതും അത് കാരണമാണ് അത് അങ്ങനെ സക്സസ് ആക്കിയിട്ട് ഉണ്ടാക്കാനും പറ്റിയത്. ഒരു ചെറിയൊരു അപകടം പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. എത്ര ഹൈറ്റിൽ കയറി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ മറ്റേ സേഫ്റ്റി ബെൽറ്റ് വേണമെന്ന് പറയും. ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അവരുടെ പൈസ നമ്മൾ കട്ടാക്കും എന്നുള്ളത് പറയും. വളരെ വിശദമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ഞാനടക്കം ബാക്കി ആൾക്കാരും പറഞ്ഞു. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആഡിൽ സോപ്പ് ഇങ്ങനെ വെള്ളത്തിൽ വീഴും. ഈ വെള്ളത്തിൽ വീണാൽ ഇത്രേ പൊങ്ങുള്ളൂ, ഇത്ര പൊങ്ങിയിരിക്കും, ഇത്ര വെള്ളത്തിൽ പോകും. ഇതിന് വെയിറ്റ് ബാലൻസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. സംവിധായകൻ നമ്മളെ തേടി വരുമ്പോൾ നമ്മൾ ആ പുള്ളിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മളും ആ മനുഷ്യൻ ജോലി ചെയ്യുന്നതിനെക്കാട്ടി കൂടുതലും ഉറക്കളച്ചും നമ്മളും കൂടെ നിന്ന് ജോലി ചെയ്യുന്നതാണ്.